ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിങ് ശ്രീ കെ സേതുരാമൻ IPS അവറുകളുടെ അനുമതിയോടുകൂടി ഈ പരിപാടി ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി പ്രിയപ്പെട്ട റിക്രൂട്ട്സിനെ ക്ഷണിക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ, ഹൃദയക്ഷതിയായി രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ, താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്വാഗതം ആശംസിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സയൻസ് ശ്രീ A.J. ജോർജ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള പോലീസ് അക്കാഡമി IGP ട്രെയിനിങ് ശ്രീ കെ സേതുരാമൻ IPS അവറുകൾ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമാൻഡൻറ്റ് IRB ശ്രീ പ്രകാശൻ സാർ, പ്രിയപ്പെട്ട അക്കാഡമിയിലെയും IRBയിലെയും ട്രെയിനേഴ്സ്, പ്രിയപ്പെട്ട ട്രെയിനീസ്, കേരള പോലീസിൻ്റെ രണ്ടാമത്തെ ബാച്ചിലേക്ക് സ്പെഷ്യലി റിക്രൂട്ടഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ടാമത്തെ ബാച്ചിൻ്റെ ട്രെയിനിങ്ങാണ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. സാർ, അതിൽ മൊത്തം നമുക്ക് 123 ട്രെയിനീസാണ് സാർ ഉള്ളത്. 124 പേരുണ്ടായിരുന്നു, അതിൽ 121 പേരേ ഉള്ളൂ. ഒരാൾ ഒരു മെൻ ട്രെയിനി അതിൻ്റെ ഇടയ്ക്ക് റിലീവ്ഡായി പോയി. ബാക്കി നമുക്ക് 123 പേരാണ് ഉള്ളത്. അത് 87 പേര് മെന്നും 36 പേര് വുമണുമായിട്ടാണ് സാർ. അവരെ ട്രെയിനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് 2021 ഏപ്രിൽ മാസമാണ് സാർ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഏകദേശം 2 മാസത്തോളം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത ശേഷം 2 മാസത്തോളം കോവിഡുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 26/4 2 മാസം കഴിഞ്ഞ് 26/4 ട്രെയിനിങ് ബ്രേക്ക് ചെയ്ത ശേഷം അവർ തിരിച്ച് 24/6 2 മാസത്തെ ബ്രേക്കിന് ശേഷമാണ് വീണ്ടും അക്കാഡമിയിൽ ജോയിൻ ചെയ്തത്. പക്ഷേ സാർ, ആ സമയത്ത് ഇവിടെ ട്രെയിനീസിൻ്റെ ബാഹുല്യം മൂലം ഇവരുടെ ബേസിക് ട്രെയിനിങ് പാണ്ടിക്കാട് IRB ബറ്റാലിയൻ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യമാണ് സാർ ഉണ്ടായത്. ബാക്കിയുള്ള അവരുടെ ട്രെയിനിങ്ങിൻ്റെ ബേസിക് ട്രെയിനിങ് ഇൻഡോറും അതുപോലെ ഔട്ട്ഡോറും ട്രെയിനിങ് ഭൂരിഭാഗവും നടന്നത് കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കഴിഞ്ഞ ഒക്ടോബർ മാസം 31 വരെയുള്ള തീയതി വരെയുള്ളത് ബേസിക് ട്രെയിനിങ് ഇൻഡോറും ഔട്ട്ഡോറും പാണ്ടിക്കാട് ക്യാമ്പിലാണ് നടന്നത്. ബാക്കിയുള്ള ട്രെയിനിങ് നമുക്ക് ഇവിടെ ഇപ്പം കമാൻഡോ ട്രെയിനിങ്, കോസ്റ്റൽ പോലീസ് ട്രെയിനിങ്, അതുപോലുള്ള ഔട്ട്ഡോറിൻ്റെ മറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നടത്തേണ്ടി വന്നപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും അവരെ അക്കാഡമി IRBയിലേക്ക് തൃശ്ശൂരിലേക്ക് വീണ്ടും അറ്റാച്ച് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു സാർ, ഒരു ട്രെയിനിങ്ങിൻ്റെ ഭൂരിഭാഗവും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഭൂരിഭാഗവും പാണ്ടിക്കാടാണ് സാർ നടന്നത്. ഇൻഡോർ ക്ലാസ്സുകൾ
നമുക്ക് ഇവിടുന്ന് ഇൻഡോർ ഫാക്കൽറ്റീസിന് പോയിട്ട് അവിടെ പോയി ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് മൂലം ഇൻഡോർ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന മലപ്പുറം, പാലക്കാട് ജില്ലകളിലുള്ള ഇൻഡോർ ഫാക്കൽറ്റീസും ഔട്ട്ഡോർ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഫാക്കൽറ്റി ഉപയോഗിച്ചാണ് സാർ ഇൻഡോർ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സാർ നമ്മൾ ഇൻഡോറിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡോറിൻ്റെ ബേസിക് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഫൈനൽ ഇൻഡോർ എക്സാം കഴിഞ്ഞു. റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ഇന്ന് വെച്ചിട്ടുണ്ട് സാർ. ഇതാണ് സാർ ബേസിക്കായിട്ട് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് സ്പെഷ്യൽ റിക്രൂട്ടഡ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഈ ബാച്ചിനെ അഭിസംബോധന ചെയ്യാനും നിങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുവാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള ബഹുമാനപ്പെട്ട കേരള പോലീസ് അക്കാഡമി IGP ട്രെയിനിങ് ശ്രീ കെ സേതുരാമൻ IPS അവരുകളെ, സ്പെഷ്യൽ റിക്രൂട്ടഡ് സെക്കൻഡ് ബാച്ചിൻ്റെ പേരിലും കേരള പോലീസ് അക്കാഡമിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായാലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അവരുടെ ട്രെയിനിങ്ങിൻ്റെ പൂർണ്ണ ചുമതല വഹിച്ചിരുന്നത് IRB ആണ്. IRBയുടെ ഡെപ്യൂട്ടി കമാൻഡർ ശ്രീ പ്രകാശൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അക്കാഡമിയിൽ നിന്നും IRBയിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ ഓഫീസേഴ്സിനെയും ട്രെയിനേഴ്സിനെയും എല്ലാ ട്രെയിനീസിനെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. സ്പെഷ്യലി റിക്രൂട്ടഡ് പോലീസ് കോൺസ്റ്റബിൾസുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിങ് ശ്രീ കെ സേതുരാമൻ IPS അവരുകളെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട DC പ്രകാശ്, ജോർജ്, ബാലൻ, രാകേഷ്, മറ്റു സഹപ്രവർത്തകരെ, വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾമാരെ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ കാരണം നമ്മുടെ ഇപ്പോൾ കണ്ണൂർ റേഞ്ചിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ ആദ്യത്തെ ബാച്ച് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നല്ല പേരെടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മളൊരു ഇൻഡോർ ടെസ്റ്റ് നടത്തിയ സമയത്ത് മറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിനെക്കാളും മികച്ച രീതിയിൽ അവർ ഇൻ സർവീസ് കോഴ്സുകളൊക്കെ പാസ്സായിരുന്നു. മാത്രമല്ല അവർ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് സകല ഡ്യൂട്ടികളും ഞങ്ങൾ നിയോഗിക്കണം, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞങ്ങൾ മറ്റൊരാളെക്കാളും മോശപ്പെട്ടവരൊന്നല്ല, അതിനേക്കാളും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന രീതിയിലാണ് അവർ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഭാഗത്ത് ജോലി ചെയ്ത് ഞാൻ കണ്ടതായിരുന്നു. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ബാച്ചാണ് നിങ്ങൾ വന്നത്. ആ രണ്ടാമത്തെ ബാച്ചിലും ഇതുപോലെ വളരെ മിടുക്കന്മാരായ കുട്ടികളായിരിക്കും എത്തിയിട്ടുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ചോദിച്ച സമയത്ത് പറയുന്നത് വളരെ നല്ല രീതിയിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും. മാത്രമല്ല അവർ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അവിടെ വളരെ മികവാർന്ന പ്രവർത്തനമാണ് ഔട്ട്ഡോറിലൊക്കെ കണ്ടെത്തിയതെന്ന് പറഞ്ഞിരുന്നു. സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നമ്മൾ ഒന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്പെഷ്യലായിട്ട് റിക്രൂട്ട് ചെയ്തത് ഏത് രീതി, എന്തിനു വേണ്ടിയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്, എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടി എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വിഭാഗങ്ങളും ജനങ്ങളിവിടെ അധിവസിക്കുന്നുണ്ട്. വളരെ ചെറിയ ന്യൂനപക്ഷമാണ് നമ്മുടെ ആദിവാസി ജനസംഖ്യ. അവർ വെറും 1.1% മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യാപരമായുള്ള അനുപാതം. കുറച്ച് ജില്ലകളിൽ മാത്രമാണ് അവർ കൂടുതൽ കാണുന്നത്. വയനാട്ടിലെടുത്ത് നോക്കിയാൽ വയനാട്ടിലുള്ളവരാണ് ഒരു 1/3 ആദിവാസികളും അധിവസിക്കുന്ന വയനാട് ജില്ലയിലും. പിന്നെ ആ ജില്ലയുടെ ജനസംഖ്യയിൽ 18% ആദിവാസികളാണ്. അതുപോലെ തന്നെ പാലക്കാടിലെടുത്ത് നോക്കി അട്ടപ്പാടി
ആ മേഖലയിലെ ആദിവാസികളുടെ ജനസംഖ്യ അവരുടെ അനുപാതവും കൂടുതലായിരിക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറത്തും ഇങ്ങനെ അത് മാത്രമല്ല നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തും പല സ്ഥലത്ത് ആദിവാസി വിഭാഗങ്ങൾ അങ്ങനെ കൂട്ടത്തോടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മൂന്നാർ സ്വദേശിയ, മൂന്നാർ ഭാഗത്തും ആദിവാസികളുണ്ട്. എന്നിരുന്നാലും ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഈ പാലക്കാടും മലപ്പുറവും വയനാടും കേന്ദ്രീകരിച്ച് നടത്താനുള്ള പ്രധാന കാരണം അവർക്ക് നമ്മൾ എത്രയോ 70-75 വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഇപ്പോഴും മതിയായ പ്രാതിനിധ്യം അവർ കിട്ടിയിട്ടില്ല എന്നുകൊണ്ടാണ് നമ്മൾ പുതുതായിട്ട് നിങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു വിപ്ലവകരമായ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ DIG അഡ്മിനിസ്ട്രേഷൻ സമയത്ത് അന്ന് വയനാട് ജില്ലയിലെ ആദിവാസികളുടെ പ്രാതിനിധ്യവും വെറും 3% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ മുൻപന്തിയിലുള്ള കുറച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ അവരുടെ ജനസംഖ്യ 18%. അതുപോലെ തന്നെ പല സ്ഥലത്തും അട്ടപ്പാടിയിലൊക്കെ എടുത്ത് നോക്കിയാൽ അവിടെ പ്രാതിനിധ്യം, അവരുടെ ജനസംഖ്യ അനുപാതമുള്ള പ്രാതിനിധ്യം പോലീസിൽ ലഭ്യമല്ലായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇതുപോലെ ദുർബല വിഭാഗത്തിൽ നിന്ന് കുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് അവസരം എന്ന രീതിയിൽ കൊടുക്കുന്നത്. കാരണം ഇതിനകത്ത് 36 ആദിവാസി വിഭാഗങ്ങളിലെടുത്ത് നോക്കിയാൽ തന്നെ പലരും പല വികസന തട്ടിലാണ് ഉള്ളത്. വളരെ മെച്ചപ്പെട്ട കുറച്ച് പേരുണ്ട്, വളരെ പിന്നാക്കാവസ്ഥയിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ പിന്നാക്കാവസ്ഥയിലുള്ളവരും മെച്ചപ്പെട്ടവർ ഒന്നിച്ച് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് സ്വാഭാവികമായും അവരുടെ തൊഴിലവസരങ്ങളിൽ മത്സരിക്കാനുള്ള പ്രയാസം ഉണ്ടാവും. കാരണം ഈ പറയുന്ന മേഖലയിലുള്ള ആദിവാസികൾ ഇപ്പോഴും എടുത്ത് നോക്കിയാൽ മതിയായ സൗകര്യങ്ങളൊന്നുമില്ല. ഒന്ന് ഭൂമി ഉണ്ടോ, അല്ലെങ്കിൽ വാസിക്കാനുള്ള നല്ല വീടുണ്ടാകണം, റൂമുണ്ടാകണം, പഠന അന്തരീക്ഷം ഉണ്ടാകണം, വൈദ്യുതി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഭൂമിയും വൈദ്യുതിയും വീടും പഠിക്കാനുള്ള അവസരവും റോഡ് മാർഗവും ഇല്ലാതെ പല സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ട് ആ ഗ്രാമീണ മേഖലയിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ഈ നമ്മളെ പോലീസും അതുപോലെ തന്നെ മറ്റെല്ലാ തൊഴിൽ മേഖലയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ അവർക്കുറിച്ച് പ്രചോദനമാകുമെന്ന രീതിയിലാണ് നമ്മളെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ദൗത്യം നിങ്ങളെന്തിരുന്നാൽ നിങ്ങളായിരിക്കണം മറ്റവർക്ക് മാതൃക. പലരും നിങ്ങളുടെ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ കോളനികളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ആദ്യമായിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നത്. അപ്പോൾ ആ അവസരത്തിൽ നിങ്ങൾ മറ്റവർക്ക് എന്ത് ചെയ്യും, നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. അവർ നോക്കും, അവൻ നന്നായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട്, ആളും എടുക്കണായിട്ടുള്ള യൂണിഫോം ധരിച്ച് നടക്കുന്നു, നല്ല സല്യൂട്ട് ചെയ്യുന്നു, എല്ലാവരും പുള്ളി നേരത്തെ മദ്യപിക്കുമായിരുന്നു, ഇപ്പോൾ മദ്യപിക്കുന്നില്ല. മദ്യപിക്കുന്നു പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ആളായിട്ട് മാറി, മുറുക്കാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പല ശീലങ്ങളും നിങ്ങൾ ഒരു വർഷത്തിനിടയ്ക്ക് ഉപേക്ഷിച്ചിട്ട് വേണം തിരിച്ച് പോകാനായിട്ട്. കുറച്ചുകൂടി പോലീസ് ഉദ്യോഗസ്ഥനായിക്കഴിഞ്ഞാൽ എന്തേനും ഈ യൂണിഫോമിൽ നിന്ന് മദ്യപിക്കാൻ പാടില്ല, മുറുക്കാൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നമ്മുടെ വ്യവസ്ഥ ഉണ്ട്. അപ്പോൾ ആ വ്യവസ്ഥ അംഗീകരിച്ച് വളരെ ചിട്ടയായിട്ട് തന്നെ നിങ്ങൾ പോയി ജോലി ചെയ്യുന്ന സമയത്ത് അവിടത്തിൽ പഠിക്കുന്ന കുട്ടികളും മുതിർന്നവരും നിങ്ങളുടെ മൂപ്പന്മാരും സ്ത്രീകളൊക്കെ എന്ത് വിചാരിക്കും, നിങ്ങളെ ആയിരിക്കും അവർ അവിടുത്തെ ഒരു വഴികാട്ടിയായും ഗൈഡായിട്ട് അവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്ത് ഒരു ഉന്നമനം ഉണ്ടാകത്തുള്ളൂ. ആ ഉന്നമനം ഉണ്ടാകാനായിട്ട് നമ്മൾ വളരെ അനിവാര്യമാണ്. ഇവിടെ കേരളം എടുത്ത് നോക്കി, കേരളം 2 നൂറ്റാണ്ട് മുമ്പ് സ്വാമി വിവേകാനന്ദൻ വന്നിട്ട് എന്താ പറഞ്ഞ, ഇന്ത്യയിലെ ഒരു പ്രാന്താലയമെന്ന് ചിത്രീകരിച്ചായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് മാറി. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് മാറാനുള്ള കാരണം കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനവും ഇവിടുത്തെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു വികസന പുരോഗതിയുമാണ് നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്നിരുന്നാലും ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ആദിവാസികളും അതുപോലെ മത്സ്യത്തൊഴിലാളികളും പട്ടികജാതിക്കാരും അതുപോലെ അവസ്ഥകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ വളരെ പിന്നാക്ക അവസ്ഥയിലാണ് കാണുന്നത്. അവർ പറയുന്നത് ഔട്ട്ലയേഴ്സ് ഓഫ് ദി കേരള ഡെവലപ്മെൻറ്റ്. ഈ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുഖ്യധാര സമൂഹത്തിനുള്ള ആ ഒരു വികസന അവർ എത്തിയിട്ടില്ല എന്നർത്ഥം.
അപ്പോൾ ആ വികസനം അവരെത്താനായിട്ട് എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഒരു നല്ല രീതിയിലുള്ള പഠനം അന്തരീക്ഷം എങ്ങനെ ഉണ്ടാക്കേണ്ടത്, ജോലി സാധ്യതകൾ എങ്ങനെ വർദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ തോന്നിയത് അവർ കോളനികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വികസനം ഉണ്ടാകണം. അതുപോലെ പോലീസും ഫോറസ്റ്റ് സർവീസും ഫോറസ്റ്റും അതുപോലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ച് ക്രോഡീകരിച്ചിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ഒരു നേതാക്കളും മാതൃകാ പൗരന്മാരും ഉണ്ടാകണം എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ വിജയം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായും ആദ്യമായിട്ട് നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ പ്രാതിനിധ്യം ലഭിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ അവിടുത്തെ പല പ്രശ്നങ്ങളും ആദിവാസികൾ നേരിടുന്നുണ്ട്. ഈ മേഖലയിൽ പ്രധാനമായും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒന്ന് അതാ വികസന പ്രശ്നമല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മദ്യപാനത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ നിഷേധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പല കോളനികളിലും എടുത്ത് നോക്കിയാൽ അവർക്ക് സമ്പാദ്യശീലമില്ലാതെ ദൈനംദിനം കിട്ടുന്ന പൈസയെ എടുത്ത് ഒരു നിക്ഷേപിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണെന്ന് കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടുള്ള സേവിങ്സ് ഇല്ലാതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്യും, മഴ സമയത്തോ അല്ലെങ്കിൽ മഴക്കാല ജോലിയില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, പട്ടിണിയിലാവും. കാരണം സമ്പാദ്യം ബാങ്കിൽ അക്കൗണ്ട് ആർക്കും ബാലൻസ് ഇല്ല, ജോലി കിട്ടിയില്ലെങ്കിൽ ആ ദിവസം പട്ടിണിയാണ്. അപ്പോൾ ആ അന്തരീക്ഷം മാറ്റിയിട്ട് ഇവർക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കാനായിട്ട് പല സ്ഥലത്തും നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ ദുശീലങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അവരുടെ ഈ വൈവാഹിക ബന്ധങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പം ഞാൻ മലപ്പുറം കണ്ണൂരിലുള്ള സമയത്ത് എടുത്ത് നോക്കിയാൽ കണ്ണൂർ റേഞ്ചിൽ കണ്ടത്, വയനാടും കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് കണ്ടത് കൂടുതൽ പോക്സോ കേസിൽ പ്രതിയാകുന്ന പറഞ്ഞാൽ യുവാക്കൾ, അതായത് പ്രായപൂർത്തിയാകാതെ കല്യാണം കഴിച്ച് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോക്സോ കേസിൽ പ്രതിയാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ വളരെ 17 വയസ്സ് 16 വയസ്സ് കല്യാണം കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. അവരുടെ ആചാരം അനുസരിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും പോക്സോ കേസിൽ പ്രതിയാകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ ജയിലിലായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കാര്യം വളരെ പ്രയാസമാണ്. കാരണം അത് ഗർഭിണിയായ സമയത്ത് നോക്കാനായിട്ട് ആൾ കാണത്തില്ല, അവൻ്റെ ഭർത്താവ് അടുത്ത് നോക്കി അവൻ ജയിലിലായിരിക്കുന്നു. അപ്പോൾ ഇതിന് സംഭവം എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണ പ്രശ്നമുണ്ട്. അവർക്കറിയില്ല ആചാരപരമായി കൈകാര്യം തന്നെ ഒരു 18 വയസ്സ് വരെ കാത്തിരിക്കണം. അത് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ കുട്ടികൾ ഉണ്ടാകേണ്ടത്. അതാണ് പ്രായപൂർത്തിയാക്കി ഒരു മെച്യൂരിറ്റി കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അവയർനെസ് ഇല്ലാതെ കൊണ്ട് പലപ്പോഴും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കേസുകളും പ്രതിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. പരമാവധി അറസ്റ്റ് ഒഴിവാക്കണം, അവർക്കൊരു ബോധവൽക്കരണം നടത്തണം, കോളനികൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം നടത്താനായിട്ട് ഇപ്പോൾ പല ജില്ലകളിലും നമ്മൾ തീരുമാനിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് ആ കോളനി വിസിറ്റുകളുണ്ടാകും, കോളനി ബീറ്റ് സംവിധാനം ഉണ്ടാകും. ആ കോളനിയിൽ പോയിട്ട് എന്താണ് നമ്മളിതിനകത്തുള്ള മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിൽ ഞങ്ങൾ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ കോളനികളുള്ള സ്ഥലമാണ് വയനാട്. 3,500 കോളനികളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളൊരു 300 കോളനികൾ തുടക്കത്തിലെടുത്തിട്ട് സൂപ്പർ 300 എന്ന് പറഞ്ഞ പേര് വെച്ച് അന്ന് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത ആദ്യത്തെ ബാച്ചിലെ ആദിവാസി യുവാക്കളെ കൊണ്ട് തന്നെ ഒരു കോളനി വിസിറ്റ് നടത്തിച്ചു. അപ്പോൾ ഓരോരുത്തരും 5-10 കോളനി പോയിട്ട് ആ കോളനിയിൽ എന്താണ് പ്രശ്നങ്ങൾ, അവിടെ പറഞ്ഞ പഠന അന്തരീക്ഷം ഉണ്ടോ, കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോകുന്നുണ്ടോ, സ്കൂളിൽ പോകാതിരിക്കാനുള്ള കാരണം എന്തുവാ, സ്കൂളിൽ പോയില്ലെങ്കിൽ എന്താണ് അവിടെ വീട്, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു അംഗീകാരം കിട്ടുന്നില്ലേ, അവിടെ ഹോസ്റ്റലിലെ സംവിധാനങ്ങൾക്ക് ഇല്ലേ, അവിടെ കുടിവെള്ള പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രശ്നങ്ങൾ. കാരണം അവർക്ക് പല വികസന പ്രവർത്തനങ്ങളും കടലാസിലുണ്ട്, പക്ഷേ എത്തിക്കുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ ഈ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും, ഇതൊക്കെ കണ്ടുമുട്ടിയിട്ട് വന്ന് ബന്ധപ്പെട്ട SHO എടുത്തും DSP എടുത്തും കാര്യമായിരിക്കുന്ന സമയത്ത് അത് നമുക്ക് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കാം. കാരണം പലപ്പോഴും ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കിയാൽ വളരെ കുറച്ച് തുച്ഛമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർക്ക് ആക്ച്വലി സ്കോളർഷിപ്പ് നൽകുകയും അല്ലാതെ ഈ ബെനിഫിഷ്യറി സെലക്ഷൻ മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ. പക്ഷെ അതല്ലാതെ അവർക്ക് ഫീൽഡിൽ ഇറങ്ങി പോകാനില്ല, ഒരു മാൻ പവർ ഒന്നുമില്ല. അത് നിങ്ങൾക്കാണ് ഉള്ളത്. നമുക്കാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ
ഈ മാൻ പവർ ഉള്ളത്. നമുക്കാണ് ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യാനല്ല സാധിക്കുന്നത്. മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കിയാൽ ഓഫീസിലും ഉണ്ടാകും, ക്ലർക്കായിട്ട് ഒരു കസേരയിൽ കുത്തിരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളാണ് യഥാർത്ഥത്തിൽ പോലീസാണ് കൂടുതൽ സ്ഥലത്ത് പോയി കാര്യങ്ങൾ പരിശോധിക്കാനായിട്ടും ജനങ്ങൾ കണ്ടുമുട്ടാനുള്ള അവസരം ലഭിക്കുന്ന ഒരു സേനയാണ് പോലീസ് സേന. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മൾ ഈ പറയുന്ന ഓരോ കോളനിയിലും എങ്ങനെ സ്മാർട്ടാക്കാം, ആ കോളനിയിൽ നേരത്തെ ഉണ്ടായിരുന്ന മദ്യപാനം എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും, ഈ പറയുന്ന ബാല്യവിവാഹങ്ങൾ എങ്ങനെ നമ്മൾ തടയാൻ സാധിക്കും, അവിടുത്തെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ജോലി സാധ്യതയുള്ള ക്ലാസ്സുകളും PSC ക്ലാസ്സുകളും നടത്താൻ സാധിക്കും. പിന്നെ അവിടെ ഒരു സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചിട്ട് സർക്കാർ പറയുന്ന ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ആ രീതിയിൽ പല രീതിയിൽ നമ്മൾ ഇടപെടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ 3 എന്ന പരിപാടി, അവിടെ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മക്കൾ എന്ന് പറഞ്ഞൊരു ഒരു പരിപാടിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ സമൂഹത്തിനെ എങ്ങനെ ഉയർത്തണം. ഇതിനകത്ത് എല്ലാ സമൂഹവും എല്ലാവരും മനുഷ്യന്മാരാണ്. അതിനകത്ത് ആദിവാസിയായാലും എല്ലാ ജാതി മതം എല്ലാം ഇതിനകത്ത് എല്ലാം ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ മനുഷ്യരായിരുന്നു. മനുഷ്യം ഉദ്ഭവം നിങ്ങൾ പറയുന്ന പോലെ പഠിക്കുന്ന പോലെ ആഫ്രിക്കയിലിരുന്ന് പലായനം ചെയ്ത് ലോകത്ത് പല സ്ഥലത്തും എവല്യൂഷണറി ഹിസ്റ്ററി ആയിട്ട് നമ്മൾ മാറി. അതല്ലാതെ നമുക്കും മറ്റവർക്കുമായിട്ട് ഒരു വ്യത്യാസമൊന്നുമില്ല. ഒരു യൂറോപ്പിലെ ഒരു ഐൻസ്റ്റീൻ ഉണ്ടാകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എത്രയോ അമേരിക്കയിലെ അവർ വലിയ നോബൽ പ്രൈസ് കിട്ടുന്ന ആൾക്കാരുണ്ട്, സയൻറ്റിസ്റ്റുണ്ട്. അതുപോലെ തന്നെ നമ്മളുണ്ട്, നമ്മൾ ചെയ്യാൻ സാധിക്കും. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ മോശപ്പെട്ടൊന്നല്ലേ, പക്ഷെ നമ്മൾ എങ്ങനെ മുന്നേറണം, അതിന് ഒരു അവസരം ലഭിക്കണം. ആ അവസരങ്ങളുടെ കുറവാണ് പ്രധാനപ്പെട്ട പ്രശ്നം, സൗകര്യങ്ങളുടെ കുറവാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതേ സമയത്ത് നല്ല പഠന അന്തരീക്ഷവും ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ ആ നിലയ്ക്കാണ് ഞങ്ങൾ കാണുന്നത്. ഏതായാലും ഞങ്ങൾ ജില്ലയ്ക്ക് പോകുന്ന സമയത്ത് നല്ലൊരു സ്വീകരണങ്ങൾക്ക് ഉണ്ടാകും. ഒരു കാരണവശാലും നിങ്ങൾ നല്ല ഒരു അഭിപ്രായമാണ് എല്ലായിടത്തും ലഭ്യമായിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ സന്തോഷമായിട്ട് ഞാൻ മറുപടി പറയാം. ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച DCയും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ, ഇതിൽ 123 പേരാണുള്ളത്. പുരുഷന്മാർ 87 വനിതകൾ 36. അതിൽ ആദ്യം തന്നെ സന്തോഷത്തോടെ വിളിക്കുന്നത് പോലീസിൻ്റെ ഈ ട്രെയിനിങ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ദമ്പതികൾ വന്ന് ട്രെയിൻ ചെയ്യുന്നത് ഒരു പ്രത്യേകതയാണ്. ആ 2 പേരെയും സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ആദ്യം ക്ഷണിക്കുകയാണ്. സുധാ വിശ്വനാഥനും ഷിജു, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നമസ്കാരം, വളരെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ശരി. RTPC 1075 സുധാ വിശ്വനാഥൻ. വളരെ സന്തോഷമുണ്ട് 2 പേർക്ക് ഒരുമിച്ച് കിട്ടിയതിൽ. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. വീട് എവിടെ? പുൽപ്പള്ളി, വയനാട്. ഓക്കെ, വെരി ഗുഡ്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല, അപ്ലൈ ചെയ്ത് നോക്കി 2 പേർക്കും കിട്ടി. പിന്നെ ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. കുട്ടികളായിട്ടോ? ഇല്ല. ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ വന്ന് സൈക്കിളൊന്നും ഓടിക്കാൻ അറിയില്ല, അത് പഠിച്ചു. നീന്താൻ അറിയില്ല, അത് പഠിച്ചു. ഈ ഡ്രൈവിംഗ് ആയില്ലെന്നോ അല്ലേ? ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്നു അല്ലേ? എന്താ ഡ്രൈവിംഗ് പഠിപ്പിക്കാതെ അവർക്ക്? ഡ്രൈവിംഗ് പിന്നെ USC പഠിപ്പിച്ചിട്ടുള്ളൂ, അൺആംഡ് കോമ്പാക്ട്. 2 ദിവസമാണ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് കിട്ടിയത്. പോസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ കിട്ടിയില്ല. അതൊരു അടിയന്തരമായിട്ട് ഈ ഡ്രൈവിംഗ് എല്ലാവരും പഠിപ്പിക്കണം കേട്ടോ. ഡ്രൈവിംഗ് അത്യാവശ്യമാണ്. അതെന്താ ചെയ്യേണ്ടത്? നമുക്ക് അത് ഡ്രൈവിംഗ് പോയി എല്ലാവരും പഠിക്കണം കേട്ടോ. ഡ്രൈവിംഗ് വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ എല്ലാവരും ഡ്രൈവിംഗ് ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കാം. ശരിയാ? ഇല്ല, 2 ദിവസം കൊണ്ട് എങ്ങനെ പഠിപ്പിക്കുന്നത്? അപ്പോൾ അതെ, ഡ്രൈവിംഗ് ഒരു ചെറിയൊരു തിരിച്ചു പോയാൽ തന്നെ ഡ്രൈവിംഗ് ഒന്ന് പൂർണ്ണമായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. മനസ്സിലല്ലേ? സ്വിമ്മിങ് എത്ര പേർക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാർ, സ്വിമ്മിങ് പരിശീലനം അറിയുന്ന ആൾക്കാർ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ അറിയുന്ന ആൾക്കാരല്ലേ? ഓക്കെ, ശരി. പുതുതായിട്ട് ഇവിടെ വന്ന് സ്വിമ്മിങ് പഠിച്ചവരെത്രയുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ. ഓക്കെ, ഇനി ശരി. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ?
സാർ RTPC 1131 ഷിജു KB, വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷത്തോളമായി. ഒട്ടും പ്രതീക്ഷയല്ല ഈ ജോലി കിട്ടും. കല്യാണം കഴിച്ച സമയത്ത് വയസ്സ് എത്രയായിരുന്നു? വയസ്സ് 25. കല്യാണം കഴിച്ച സമയത്താ? യാ, രണ്ടുപേർക്കും? അതെ. സുധയ്ക്ക് 25, രണ്ടുപേർക്ക് 25. അപ്പോൾ ഇപ്പോൾ 30ആയി? അല്ല, 29ആയി. 29ആയി. ഓക്കെ, ശരി. അല്ല, അവിടെ സാധാരണ ബാല്യവിവാഹം കൂടുതലാണല്ലോ ആ അതെ, ഭാഗത്ത്. ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കോവിഡ് ഡ്യൂട്ടിക്കിടെ മതസെഷൻ ഡ്യൂട്ടി. ഈ കല്യാണം കഴിച്ച 5 വർഷം എന്താ ജോലി ചെയ്തിരുന്നത്? ഞാൻ ആടുവളത്തിലായിരുന്നു കൃഷി. വെരി ഗുഡ്, വെരി. എത്ര ആടുണ്ട്? അവിടെ ഒരു 22ഓളം ഇപ്പോൾ ഉണ്ട്. ഏകദേശം കൊടുത്തു. ആ, ഇല്ല, അത് നല്ലൊരു സംരംഭമാണ്. അതായത് ഇങ്ങനെ എൻ്റർപ്രണർഷിപ്പാണ്, മനസ്സിലല്ലേ? അതിന് അനുസരിച്ച് ഭൂമി ഉണ്ടോ? ഒരു 45 സെൻറ്റോളം സ്ഥലമുണ്ട്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇനി ആട് വളർത്തൽ, ഇനി ആട് നോക്കാൻ വീട്ടിൽ ആരാ ഉള്ളത്? ഇനി ഉണ്ട്, അമ്മയുണ്ട്, അനിയനും ഉണ്ട്. വെരി ഗുഡ്, വെരി. അതൊന്ന് കൊണ്ടുപോകണം കേട്ടോ, തുടർച്ചയായിട്ട് അത് നല്ലൊരു, അതായത് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ നല്ല എൻ്റർപ്രണറായിട്ട് മാറണം, മനസ്സിലല്ലേ? നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക് സംഭവമാണ്. 10-20 ആടുകൾ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു സംഭവം. അത് തുടർന്ന് കൊണ്ടുപോകണം. നമ്മൾ അധ്വാനിക്കാനായിട്ട് ഒരിക്കലും മടിക്കാൻ പാടില്ല. യൂണിഫോം ഇട്ടാൽ തന്നെ നമ്മൾ കർഷകൻ തന്നെ. അത് നമ്മൾ അധ്വാനിക്കാനായിട്ട് അപ്പം തന്നെ മടി കാണിക്കാൻ പാടില്ല. എന്തായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം എന്ത് ജോലി ഉണ്ടായിരുന്നു? ഞാൻ പഠിക്കുമായിരുന്നു, ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ശരി. MEd ചെയ്യുമായിരുന്നു, പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ, ശരി. അപ്പോൾ MEd കംപ്ലീറ്റ് ചെയ്തല്ലേ? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഇയർ ആയിരുന്നു. PGയും BEഡും കംപ്ലീറ്റഡ് ആണ്. ഏതൊക്കെ ഡിഗ്രി? ഹിസ്റ്ററി. BA ഹിസ്റ്ററി. ശരി, ഓക്കെ, ശരി. അതായത് അവിടെ ആദിവാസി മേഖല ഞാൻ കാണുന്നത് കൂടുതലും ഈ സയൻസ് ഗ്രൂപ്പ് എടുക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മിക്കവരും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്. അപ്പോൾ സയൻസ് മാത്സ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൊഫഷണലായിട്ട് എഞ്ചിനീയറിങ്, ഡോക്ടറൊക്കെ ആകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ സയൻസ് പഠിക്കുന്നത് അത്യാവശ്യമാണ്. സയൻസ് പഠിച്ചാൽ മാത്രമേ ഈവൻ സിവിൽ സർവീസ് കിട്ടത്തുള്ളൂ. വലിയ പോസ്റ്റിലൊക്കെ പോകണം, നമുക്ക് എല്ലാ സ്ഥലത്തും പോകാം. ഇപ്പോൾ ഗൾഫ് പോകണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ സമ്പാദ്യം ഉണ്ടാകണം, തൊഴിൽ തുടങ്ങണം. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസ് മാത്സ് പഠിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും ആ കുട്ടികളുടെ അടുത്ത് നോക്കിയാൽ ഈവൻ മോഡൽ സ്കൂളിൽ പോലും കുട്ടികളും എല്ലാവരും ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. എന്താ കാരണം എന്തുവാ? മാത്സ് ഒട്ടും അറിയത്തില്ല അവർക്ക്. പിന്നെ ഈ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ എടുക്കാൻ അവർ താല്പര്യപ്പെടുന്ന, ഞാൻ കുറച്ച് കാലം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയത് വെച്ച് അവർക്ക് ജയിക്കാൻ എളുപ്പം ഇതുപോലുള്ള വിഷയങ്ങളാണെന്നാണ് അവർ പറയുക. അതെ. അപ്പോൾ അത് ആക്ച്വലി അതായത് സയൻസ് ടഫായാൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പല മേഖലയ്ക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ സയൻസ് മാത്സ് പഠിച്ച ആൾക്കെടുത്ത് നോക്കിയാൽ പിന്നെ BA BSc എല്ലാം എടുക്കാം. എഞ്ചിനീയറിംഗ് പോകാം, ഡോക്ടർ പോകാം, വക്കീൽ പോകാം, പല മേഖലയ്ക്കും അവർ പോകാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഈ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് പരമാവധി സയൻസ് ആൻഡ് മാത്സ് പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കണം. എൻ്റെ ഒരു അഭ്യർത്ഥന കേട്ടോ. കാരണം ഒരു രാജ്യം മുന്നേറാനായിട്ട് ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് മാത്സ് എഡ്യൂക്കേഷനാണ്. അതൊരു സംശയമൊന്നും വേണ്ട. തൊഴിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തൊഴിൽ ആരാണ് നൽകുന്നത്? അതിൻ്റെ ഉള്ള ടെക്നോളജിക്കൽ നോളജ് ഉണ്ടാകണം. ആ ടെക്നോളജിയാണ് ഇമ്പോർട്ടൻറ്റ്. വെരി ഗുഡ്. ഇരിക്കും. താങ്ക് യു സർ. സാർ, ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, പറയാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയമാണ്. ഒരുമിച്ച് ട്രെയിൻ ചെയ്യാൻ പറ്റി, ഒരുമിച്ച് ഒരേ സ്റ്റേഷനിൽ അത് കിട്ടും, പേടിക്കണ്ട. അവിടെ നിങ്ങളുടെ അവിടെ SBI തൊട്ടടുത്തടുത്ത സ്റ്റേഷൻ മതി. ഒരു സ്റ്റേഷനിൽ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. ഡെയിലി വീട്ടിൽ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക, സ്റ്റേഷനിലും പോയി കാണണം, ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞാൽ കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ? അത് അപ്പോൾ ഭർത്താവ് തൊട്ടടുത്തുള്ളതുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് അങ്ങ് നടക്കാൻ പറ്റത്തില്ല. ഈ ഭാര്യ തൊട്ടടുത്തുള്ളതുകൊണ്ട് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് വേണ്ട അവസ്ഥ വേണ്ട. മനസ്സിലല്ലേ? നമ്മുടെ ദാമ്പത്യ ജീവിതം ഒന്ന്, അതേ സമയത്ത് നമ്മുടെ പ്രൊഫഷണൽ ജീവിതം രണ്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് വാശിയൊന്നും വേണ്ട. അത് നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് വുമണാണ്, മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത് നിങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ട് സ്റ്റേഷൻ
കിട്ടും, ഒന്ന് പേടിക്കണ്ട. ശരി, താങ്ക് യു സർ. കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പം അദ്ദേഹത്തെ സാമൂഹ്യ പ്രവർത്തനവും പോലീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ ക്ഷണിക്കുന്നു. എവിടെ വീടെന്ന് പറയണം, ഏത് ഇവിടെ നിന്നാണ് പറഞ്ഞിട്ട് ആദ്യം. സാർ RTPC പണിത പണിയുടെ സുധീഷ്, മലപ്പുറം വഴിക്കടവ് നിന്നാണ് വരുന്നത്. മലപ്പുറം വഴിക്കടവ്. ഓക്കെ. വഴിക്കടവ് പഞ്ചായത്തിലായിരുന്നു മെമ്പർ. സാറേ വഴിക്കടവ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയും, അവിടെ. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അല്ലേ? സാർ. വെരി ഗുഡ്. ഒരു 1.5 മാസം ഞാൻ വർക്ക് ചെയ്തായിരുന്നു അവിടെ. 1.5 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ? ശരി, 1.5 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും പോലീസിൻ്റെ അഡ്വൈസ് മെമ്മോ കിട്ടി. ഞാൻ മലപ്പുറം എസ് പി ആയ സമയത്ത് നമ്മളവിടെ കുറേ വഴിക്കടവ് ആ ഭാഗത്തൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ചെയ്ത് വിജയം നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ ഈ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാമീൺ ബാങ്കുമായി ബന്ധം അവിടെ പല പ്രശ്നങ്ങളും ഒരുപാട് ആദിവാസികൾക്കുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർക്ക് സമ്പാദ്യശീലം ഒന്നുമില്ല. അതായത് ദൈനംദിനം സാലറി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. അപ്പം എന്ത് ചെയ്യും, അന്നേക്കുള്ള പൈസ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും, പിന്നീട് ജോലിയിലെ സമയത്ത് പട്ടിണിയെടുക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മളവിടെ ഗ്രാമീൺ ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് ആദ്യമായിട്ട് അവിടുത്തെ ആദിവാസി ഒരു 2-3 കോളനി എടുത്തിട്ട് ആ കോളനികളിലേക്ക് പോയി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് അവർക്ക് വീട്ടിൽ തന്നെ ഒരു ബോക്സ് വെച്ചു. അപ്പോൾ ദിവസം ജോലി പോകുന്ന സമയത്ത് 5 രൂപ കിട്ടുന്നു. 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ പുരുഷൻ എന്തെയ്യാ നേരെ കൊണ്ട് ബാറി എടുത്ത് പൈസ കൊടുക്കണം, ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ബോക്സ് ഇടണം. അപ്പോൾ മാസം ആ ബോക്സ് എടുത്തുകൊണ്ട് പോയിട്ട് ബാങ്കുകാർ അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ നിക്ഷേപിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം അക്കൗണ്ട് ട്രാൻസ്ഫറിലുള്ളൂ. പലപ്പോഴും എടുത്ത് നോക്കിയാൽ ഡെയിലി വേജ് പോകുന്ന സമയത്ത് ആ സമയത്ത് മാത്രമേ സാലറി കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് നല്ല സക്സസ് ആയിരുന്നു. പിന്നീട് നമുക്ക് കുറേ കുട്ടികളെ ഉപയോഗിച്ചിട്ട് അവിടെ ആദിവാസികൾക്ക് സാധാരണ ഫുട്ബോൾ ആ ഭാഗത്ത് ഭയങ്കര ഹറമായിരുന്നു. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ വലിയൊരു ഹറമാണ്. 7s ഫുട്ബോളൊക്കെ ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പോൾ നമ്മൾ ആദിവാസികൾക്ക് വേണ്ടി 10-18 ടീമുകൾ ഉണ്ടാക്കി കോളനികൾ കുട്ടികളെ ഒരു ഏകലൈവ ട്രോഫി എന്ന് പറഞ്ഞ ട്രോഫി ഉണ്ടാക്കി ഞാൻ ഉൾപ്പെടെ പോയി കഴിച്ചിരുന്നു. ഈ ഭാഗത്താണ്, നിങ്ങളുടെ ഭാഗത്ത് നിലമ്പൂർ. അത് നല്ല സക്സസ് ആയിരുന്നു. അന്നുകൊണ്ടായിരുന്നു കുറേ വർഷം മുമ്പ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയത് ശരിക്കും നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് നിങ്ങളുടെ നിലമ്പൂർ ഭാഗത്ത്. അതേസമയത്ത് വളരെ പിന്നാക്കാവസ്ഥയിൽ 1-2 കുടുംബങ്ങളായിട്ട് ഒറ്റപ്പെട്ട കുടുംബങ്ങളായിട്ട് താമസിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പോൾ 10 കുടുംബങ്ങൾ 15 കുടുംബങ്ങളായിട്ട് താമസിക്കുന്ന കോളനി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിമ്പിളാണ്. പക്ഷേ പല സ്ഥലത്തെടുത്ത് നോക്കി അവിടെ 3 കുടുംബങ്ങൾ 4 കുടുംബങ്ങളെന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന പല കോളനികളുണ്ട്. നിങ്ങളുടെ കോളനിയിൽ എത്ര പേരുണ്ട്? സാർ ഒരു 30-32 വീടുണ്ടാവുള്ളൂ. 32 ആണെങ്കിൽ പിന്നെയും ഭേദമാണ്. പല സ്ഥലത്ത് അത്രയില്ലല്ലോ. ഒറ്റപ്പെട്ടതിൽ താമസിക്കുന്ന 3 പേർ 4 പേര്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ഭൂമിയുടെ അവകാശം കാണത്തില്ല. യഥാർത്ഥ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ആദിവാസികളാണ്. നിർഭാഗ്യവശാൽ അവിടെ ലാൻഡ് ഏലിനേഷൻ ആയതുകൊണ്ട് അവർക്ക് ആക്ച്വലി ഭൂമി നഷ്ടപ്പെട്ടതുകൊണ്ട് വലിയൊരു സങ്കീർണമായ പ്രശ്നമാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ആ കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും മാത്രമേ ഉള്ളൂ. മനസ്സിലല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഇതുപോലെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരുപാട് ചെയ്യാൻ സാധിക്കും. അത് ആ ലിങ്ക് ഉണ്ടാകണം. നമ്മുടെ ഈ പോലീസിൽ കയറി കഴിഞ്ഞാൽ ശരി നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറായി 1.5 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ആ കിട്ടിയ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സാറേ നല്ല അനുഭവമായിരുന്നു സാറേ. എന്താണ് ആദിവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ? എൻ്റെ കോളനിയിൽ 2 കോളനികളുണ്ട്. അവിടെ അടിസ്ഥാന പ്രശ്നമായിട്ട് വരുന്നത് റോഡിൻ്റെ ഒരു സൗകര്യമില്ല, വാഹന സൗകര്യമില്ല, അതൊരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ സൗകര്യം അതൊന്നുമില്ലായിരുന്നു. പ്രത്യേകം വണ്ടിയാണ്ട് പോകത്തില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ വണ്ടി കയറില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു കാരണത്താലാണ് ഈ ജനപ്രതിനിധിയായിട്ട് ഞാൻ നിൽക്കേണ്ടി വന്നത്. അവിടെ ഒരു 1.5 മാസം വർക്ക് ചെയ്തു. അതെ. അവിടെ ഈ അത് ഫോറസ്റ്റ് ലാൻഡിൽ റോഡ് നോക്കി ഒട്ടാൻ പാടില്ലെന്ന് നിയമമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ലാൻഡ് അടുത്തായി കഴിഞ്ഞാൽ അതോട്, കാരണം മിക്ക ആൾക്കാർ ഫോറസ്റ്റ് അടുത്ത് താമസിക്കുന്ന ആദിവാസികൾക്ക് റോഡ് സൗകര്യം ഒട്ടില്ല. കാരണം ഫോറസ്റ്റ് നിയമങ്ങളാണല്ലോ.
ഫോറസ്റ്റ് നിയമം അനുസരിച്ച് നോക്കി അവിടെ റോഡ് വെട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മാഞ്ചേരി കോളനി എടുത്ത് നോക്കിയ കാട്ടുനായ്ക്കർ താമസിക്കുന്ന ഈ ചോള നായ്ക്കർ ആ കൂടി 250 കുടുംബങ്ങളേ ഉള്ളൂ. അപ്പോൾ അവർ ഒരു 19 വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക്, കാട്ടിലുള്ളിൽ. പക്ഷേ 19 വീടുകളിൽ ഞാൻ അന്ന് നോക്കിയ സമയത്ത് 2 വീട്ടിൽ മാത്രമാണ് ആൾ താമസമുള്ളൂ. മറ്റേ 18 വീടുകളും ഉപേക്ഷിച്ചിട്ട് നശിച്ച നിലയിലാണ് ഉള്ളത്. പിന്നെ വല്ലപ്പോഴും അവർ പോയി കാട്ടിനകത്ത് എല്ലാവരും പോകുന്നത്. അപ്പോൾ അവർക്ക് അനുയോജ്യമായവർ സ്ഥലത്ത് വീട് പണിതിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എല്ലാവരും താമസിച്ച് തന്നെ എന്താ നിർഭാഗ്യവശാൽ അന്ന് അവർ വിചാരിക്കുന്നത് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ കാട്ടിനകത്ത് മാത്രം താമസിക്കുന്ന ആൾക്കാരാണ്. താമസിക്കാൻ അവരുടെ സംസ്കാരം സംരക്ഷിക്കണം എന്നതിന് ഒരു തെറ്റിദ്ധാരണയിൽ എന്ത് ചെയ്യുന്നു, അവരതിനകത്ത് കാട്ടിലുള്ളിൽ തന്നെ നിലനിർത്തുന്നു. പിന്നെ ഈ പറയുന്ന നിയമങ്ങളുള്ള സ്ഥിതിക്ക് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല. അങ്ങനെ ഒരുപാട് സങ്കീർണമായ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കണം. മനസ്സിലല്ലേ? സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഇപ്പം മാഞ്ചേരി കോളനിയിൽ ഞാൻ നോക്കിയ സമയത്ത് സർക്കാർ രേഖ അനുസരിച്ച് എല്ലാ ആദിവാസി കുടുംബങ്ങളും 20 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ 20 കിലോ അരി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ആ ഏറ്റവും പിന്നാക്ക അവസ്ഥയിൽ ആദിവാസി യുവ അവർ ചോദിക്കുന്നത്, സാർ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടോ, അതങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ, ഞങ്ങൾക്കൊന്നും അരി ലഭിക്കുന്നില്ല. നോക്കിയപ്പോൾ ആ പാവപ്പെട്ട ആദിവാസികളൊക്കെ APL കാർഡാണ്, എബോ പോവർട്ടി ലൈനാണ്. കൂടെ വന്നിരുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് BPL കാർഡാണ്. പിന്നെ അന്ന് തന്നെ കളക്ടർ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവർക്കും BPL, ആദിവാസികൾ എല്ലാവർക്കും BPL കാർഡ് ആക്കണം പറഞ്ഞ് അന്ന് മോഹൻദാസ് കളക്ടർ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവർക്ക് BPL കാർഡ് അന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ അതുപോലെ നമ്മൾ കടലാസിൽ കാണുന്ന കാര്യങ്ങളിൽ അവിടെ യാഥാർത്ഥ്യം എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ വളരെ വികലമായിരിക്കും. ആ സമയത്താണ് നിങ്ങളുടെ സഹായം വേണ്ടി വരുന്നത്. എന്താണ് അവിടെ സംഘടിപ്പിക്കുന്നത്? ഇൻ്റലിജൻസ് കളക്ഷൻ എന്ന് പറയും നമ്മുടെ പോലീസിലെ. അവിടെ എന്താണ് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അങ്ങനെ പുതിയ ഐഡിയാസ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ കുട്ടികൾ 10ാം ക്ലാസ് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ടോ? സാറേ എല്ലാവരും പോകുന്നുണ്ട്. ചില കുട്ടികളെ മാത്രം പോകാതിരിക്കുന്നുള്ളൂ. അവർക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു ഇതയക്കണം, എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കാനായിട്ട് അയക്കണം. പഠിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് മാത്രമല്ല പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തൊഴിൽ ചെയ്യാനായിട്ട് അധ്വാനിക്കാനായിട്ട് പഠിക്കണം. പലപ്പോഴും എടുത്ത് നോക്കിയാൽ നമ്മുടെ അധ്വാനിക്കാൻ പഠിക്കുന്നില്ല. ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ എന്ത് ചെയ്യും, കൃഷി പഠിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രി പഠിച്ചിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കില്ലേ, അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അല്ല, അപ്പോൾ അങ്ങനെ പല സ്ഥലത്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ 10ാം ക്ലാസ് 12ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ പിന്നീട് അവരെന്ത് ചെയ്യുന്നു, അവർ വിചാരിക്കുന്നത് മണ്ണിൽ അധ്വാനിക്കുന്നത് മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ലേ. നമ്മൾ ഏത് ജോലിയും ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ളത്, നമ്മുടെ കഴിവനുസരിച്ചുള്ള ജോലി ചെയ്തിട്ട് അതിന് മുന്നേറാനുള്ള അവസരം ഉണ്ടാകണം. ഇപ്പോൾ മലപ്പുറത്തെടുത്ത് നോക്കിയാൽ ഒട്ടേറെ വലിയ സമ്പന്നന്മാരുണ്ട്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ മലപ്പുറത്തുള്ള ഷറഫലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൻ്റെ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു, ഫുട്ബോൾ പ്ലെയറാണ് ഷറഫലി. അപ്പോൾ പുള്ളി ഒരിക്കൽ പറഞ്ഞു, സാറേ ഞാനൊരു ഹൗസ് വാമിങ് സാറിനെ വിളിക്കാൻ വന്നിരിക്കുന്നു. സാധാരണ ഹൗസ് വാമിങ് ഞാൻ അന്ന് പോകാറില്ല, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, സാറ് തീർച്ചയായും വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു അയാളെ വരട്ടെ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഫൈസൽ എന്ന് പറഞ്ഞ പേര് അയാൾ എന്ന് പറഞ്ഞു, സാറേ എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും ചെറ്റക്കുടിൽ താമസിച്ച് ഞാനായിരുന്നു, ഞങ്ങൾ കുടുംബമായിരുന്നു. ഒരു 2 സെൻറ്റ് ഭൂമി പോലും ഞങ്ങൾക്കില്ലായിരുന്നു. ഒരു പുറമ്പോക്കളാണ് ഞങ്ങൾ ചെറിയൊരു പ്ലാസ്റ്റിക് ഷെഡിട്ട് താമസിച്ചത്. ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ ഏറ്റവും വലിയ വീട് ഞാൻ പണിതിരിക്കുന്നു, സാറൊന്ന് വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രയും പൈസ എങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നേരിട്ട് പോയി വീട് കാണാൻ പോയി എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരം പോലത്തൊരു വലിയ വീടാണ്. ഹെലികോപ്റ്റർ ഇറങ്ങാൻ സാധിക്കും. അന്നുണ്ടായിരുന്ന MLA ഉൾപ്പെടെ എല്ലാ പ്രമുഖരും ആ വീട് ഹൗസ് വാമിങ് വന്നു. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ അയാളുടെ പറഞ്ഞത്, സാറേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ ഗൾഫ് പോയ സമയത്ത് അവിടെ ഒരു പച്ചക്കറി വിൽക്കാനായിട്ട് ഒരുത്തൻ്റെ കൂടെ നിന്നു. അയാൾ 5 മണിയോട് കൂടി നിർത്തിയിട്ട് പോകും. അയാൾ പറഞ്ഞ് അന്ന് ഒന്നുകൊണ്ടില്ല കൊണ്ടുപോകുന്നത്, ഈ സ്ട്രീറ്റ് ഹോക്കിംഗ് ആയിരുന്നു. പറഞ്ഞ് 5-6 മണിക്ക് അയാൾ നിസ്കാരത്തിന് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ബാക്കിയുള്ള പച്ചക്കറി വിറ്റിട്ട് പൈസ അതിനെ എടുക്കാൻ പറയും.
അങ്ങനെ ബാക്കിയുള്ള ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5-6 മണിക്ക് ശേഷം അയാൾ പോയതിന് ശേഷം ഞാൻ ഈ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ട് ഞാൻ വിട്ടു. ഇപ്പം എനിക്ക് നാളെ സൂപ്പർ മാർക്കറ്റുണ്ട്, അബുദാബിയും ദുബായിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞിട്ട് വലിയൊരു മനസ്സിലായില്ലേ, നമ്മൾ ചിന്തിക്കാൻ പറ്റത്തില്ല ആ രീതിക്ക് ആയാലും അത്രയ്ക്ക് ഇവിടെ എന്തു പറയാനാ. അപ്പോൾ അധ്വാനമാണ് ഞാൻ പറയാൻ വന്നത്, അധ്വാനിക്കുന്നു. പക്ഷേ അല്ല, ആ അധ്വാനം നമുക്ക് ആക്ച്വലി ഉണ്ടാകണം. എല്ലാ സമൂഹങ്ങളും അങ്ങനെയാണ് മുന്നേറുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ആ കുട്ടികൾക്ക് ആ ഒരു പ്രചോദനം നൽകണം. നിങ്ങൾ അധ്വാനിക്കാൻ പഠിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം, അത് മടി കാണിക്കരുത്, അച്ചടക്കം വേണം, മദ്യപിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്കാരത്തെ, ആദിവാസികൾക്ക് നല്ലൊരു തനത് സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് ഏറ്റവും അഭിമാനകരമായ സംസ്കാരം, അഭിമാനമുള്ള സംസ്കാരമാണ്. അവരെപ്പോഴും തുല്യരായിരുന്നു, അവർ ആർക്കും അടിമയിലായിരുന്നില്ല. അവർ ഫോറസ്റ്റിൽ കാട്ടിലെടുത്ത് നോക്കി കാട്ടിൻ്റെ രാജാക്കളായിരുന്നു, ആർക്കും അവരെ അടിച്ചേൽപ്പിക്കാൻ സാധിച്ചില്ല. ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ സമൂഹമായതുകൊണ്ട് അവർക്ക് അവർ മെച്ചപ്പെട്ട ഒരു എന്തു പറയുന്ന ഒരു അഭിമാനമുണ്ട്. ആ അഭിമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കാൻ പഠിക്കണം. ശരിയാ സാർ? ശരി, താങ്ക് യു സാർ. താങ്ക് യു സാർ. മലപ്പുറം നിലമ്പൂർ മേഖലയിലെ ജനമൈത്രി ട്രൈബൽസിൻ്റെ ഇടയിൽ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ വിങ്ങിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു സാർ. അതിൽ നിയമം ബോധവൽക്കരണം, പോക്സോ, JJ ആക്ട്, ഇൻഫൻറ്റ് ഡെത്ത്, പ്രഗ്നൻസി പീരീഡിൽ മദ്യപാനം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നിന്നും വന്ന ഒരു സഹോദരി ഇവിടെ ഉണ്ട്. ആ സഹോദരി എടുത്ത അനുഭവങ്ങൾ പങ്കിടാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. RTPC 1091 ആര്യ. നമസ്കാരം സാർ. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പോലീസ് സേനയുടെ ഭാഗമാവാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം 2021 ഫെബ്രുവരി 20-ാം തീയതിയാണ് ഞങ്ങളെല്ലാവരും ട്രെയിനിങ് ആരംഭിച്ചത്. അന്ന് തുടങ്ങി ഇന്നീ നിമിഷം വരെ ഞങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങളും ഒരുപാട് നല്ല ക്ലാസ്സുകളും ഈ ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല ഇതുപോലെ ഒരു സേനയുടെ ഭാഗമാവാൻ സാധിക്കുമെന്നും ഇങ്ങനെ ട്രെയിനിങ് ചെയ്യാൻ കഴിയുമെന്നും. ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ആദ്യം തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും നന്ദി പറയുകയാണ്. അതിനുവേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഈ നിമിഷം നമ്മളിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട ലിസ്റ്റൻ സാറിനെ ആദ്യമായി ഈ നിമിഷത്തിലൊന്ന് ഓർക്കുന്നു. അതുപോലെ ഒരുപാട് നല്ല ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇൻഡോർ ക്ലാസ്സുകളാണെങ്കിലും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും ഒരു സേനയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമവശങ്ങളെന്ന് അറിയാനും സാധിച്ചു. അതിന് ഞങ്ങൾക്ക് ഇൻഡോർ ക്ലാസ്സിൻ്റെ ചുമതല നൽകിയ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോർജ് സാർ, അതുപോലെ രാംദാസ് സാർ, എല്ലാ ഓഫീസർമാർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഔട്ട്ഡോർ ട്രെയിനിങ് വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയ എല്ലാ ഓഫീസർമാർക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹവിൽദാർമാർ, എല്ലാത്തിനും കൂടെ നിന്ന ഞങ്ങളുടെ ഹവിൽദാർമാർ എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദിയൊക്കെ നമ്മൾ പിന്നെ പറയാം, കുഴപ്പമൊന്നുമില്ല. വേറെ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് സംഭവം എന്ന് പറഞ്ഞാൽ മലപ്പുറം ആയതുകൊണ്ട് ഞാൻ പറയുന്നു, അവിടേക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ബീറ്റ് പോകുന്ന സമയത്ത് അവിടെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഞാൻ നിലമ്പൂർ തന്നെ അവിടെ തന്നെയുള്ളൊരു ആദിവാസി യുവാവ് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന് നമ്മൾ ആദ്യമായിട്ട് ഈ ബീറ്റ്, അന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് അല്ല, 2010 തന്നെ, 2010 12 15 തന്നെ വിനോദ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ. അവൻ ആദിവാസി പയ്യനാണ്. അവനെ ഈ ബീറ്റ് നമ്മൾ ബൈക്കിൽ എല്ലാ കോളനിയിലും ബീറ്റിന് അയച്ചിരുന്നു. ആ ബീറ്റ് പോകുന്ന സമയത്ത് പല കോളനികളിലും എടുത്തു നോക്കിയാൽ കുറച്ച് 10-40-50 വയസ്സായ പുരുഷന്മാർക്ക് എടുത്ത് നോക്കിയാൽ കാഴ്ചയല്ല. അവർ സംഭവം എന്ന് പറഞ്ഞാൽ കാണാൻ വയ്യ. അവർ വിചാരിച്ചു ഒരു സുപ്രഭാതത്തിൽ ഇനി സാറേ ഞങ്ങൾ കാഴ്ച പോയി, എന്താ ചെയ്യുന്നതെന്നറിയില്ല എന്ന് പറഞ്ഞ് പല സ്ഥലത്തും ജോലി പോകാതെ വീട്ടിൽ ഇങ്ങനെ വേറെ ആളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനെ തിരിച്ച് വിനോദ് നിലമ്പൂർ ടൗൺ ഒന്ന് സ്റ്റേഷനിൽ വന്ന സമയത്ത് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ്, ഈ നേതൃത്വ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നിരുന്നു. അപ്പോൾ തന്നെ അന്നുണ്ടായിരുന്ന അലവി എസ് എടുത്ത് പറഞ്ഞു, സാറേ നമ്മൾ കുറച്ച് കാഴ്ച പോയ കുറേ ആൾക്കാർ ആദിവാസികൾ ഉണ്ട്, അവരെ കൊണ്ട് മെഡിക്കൽ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5ഓളം ആദിവാസികൾ നമ്മളെ കോളനിയിലെടുത്ത് അവിടെ നമ്മുടെ പോലീസ് ഫണ്ടിൽ തന്നെ കൊണ്ടുവന്ന് ഈ പറയുന്ന ക്യാമ്പിലേക്ക് കൊണ്ടുപോയി.
ക്യാമ്പിലേക്ക് കൊണ്ടുപോയതപ്പോൾ മനസ്സിലായത് ഇവർ ആക്ച്വലി കാഴ്ച ഇല്ലാതെ പോയത് സാധാരണ തിമിരത്തിൻ്റെ പ്രശ്നമാണ്. ഒരു ജസ്റ്റ് അരമണിക്കൂർ 10 മിനിറ്റ് സർജറി ഉള്ളൂ. ഇവരെല്ലാവരും സർജറി കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് 5-6 വർഷങ്ങൾക്ക് ശേഷം അവർ കാഴ്ച കിട്ടിയപ്പോൾ ഞാനും പോയപ്പോൾ അവർക്ക് ഒന്ന് ഭയങ്കര എമോഷണലായിരുന്നു. നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലല്ലേ, ഒരു 5 വർഷമോ 2 വർഷമോ കാഴ്ചയില്ലാതെ നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു ചെറിയ സർജറി 10 മിനിറ്റൊക്കെ സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനെ കാഴ്ച കിട്ടി കഴിഞ്ഞാലേ എന്തോരു സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടപെടാൻ സാധിച്ചു. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ മെഡിക്കൽ എന്താണെന്ന് പോലും അറിയില്ല, എങ്ങനെയാണ് എന്താ സമീപിക്കേണ്ടതെന്ന് വെച്ചിട്ട്. പക്ഷേ അപ്പോൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾ എല്ലാവരും കോളനി വിസിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബീറ്റ് പെട്രോളിംഗ് പോയി പരമാവധി സഹായിക്കണം അവരെ. ശരിയാ? ശരി, താങ്ക് യു സർ. താങ്ക് യു സാർ. സാർ, വയനാട് മേഖലയിൽ നിന്നൊരു സഹോദരൻ അവിടുത്തെ പ്രശ്നങ്ങൾ പറയാൻ തയ്യാറായിട്ടുണ്ട്. സർ നമസ്കാരം. RTPC 1156 രാജേഷ് അയ്യർ സർ. സർ, ഞാൻ വയനാട് മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. പൊതുവായിട്ട് ഇവിടെ 123 പേരിൽ ഒരാളായി നിൽക്കുവാനും അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഞങ്ങളെ സെലക്ട് ചെയ്ത് എത്രയോ ഭാഗ്യം ചെയ്ത 123 സേനാംഗങ്ങളാണ് ഞങ്ങൾ. വളരെയേറെ സന്തോഷമുണ്ട് സർ. ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ 123 കുടുംബ അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ഫസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബാച്ചിലെ നമ്മുടെ സഹോദരങ്ങൾ വളരെയേറെ സപ്പോർട്ടായിരുന്നു സർ. നമ്മളിങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീറ്റ് വന്ന സമയങ്ങളിൽ നമ്മളോടത് അറിയിക്കുകയും നിങ്ങൾ കൊടുക്കണം, പരമാവധി അപേക്ഷകൾ അവർ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അവർ തന്നെ നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. വളരെയേറെ സപ്പോർട്ടായിരുന്നു സർ. അതുപോലെ തന്നെ ഞങ്ങൾക്കും അതുപോലെ ചെയ്യാൻ കഴിയും. കാരണം ഞങ്ങളുടെ സമൂഹത്തിൽ സാർ മേൽ സൂചിപ്പിച്ചതുപോലെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട് സർ. സാർ നേരത്തെ സൂചിപ്പിച്ചു ലഹരി മരുന്നുകളുടെ ഉപയോഗം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പിന്നെയുള്ളൊരു പ്രശ്നം സർ, ഞങ്ങളുടെ വീടുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ വരേണ്ട ഡെവലപ്മെൻറ്റ്സ് അത് സ്വാഭാവികമായിട്ടും കോൺട്രാക്ടർമാരാണ് എടുക്കാറ്. അതിൻ്റെ കമ്മീഷൻ ബേസും കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വെറും തുച്ഛമാണ് സർ. അങ്ങനത്തെ ചെറിയ സാമൂഹിക പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്, ഏത് തരത്തിലാണ് ഞങ്ങൾക്ക് അത് ലഭിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ സമൂഹത്തിൽ അംഗങ്ങൾക്ക് അറിയില്ല. അത്തരത്തിലൊരു പ്രശ്നങ്ങളുണ്ട് സർ. അപ്പം ആ തരത്തിൽ അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ മിസ്സായി പോകാറുണ്ട്. കുറേ കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ തന്നെ മിസ്സായി പോകാറുണ്ട്. ഇത്തരത്തിലുള്ളൊരു മേഖലയിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുകളും കഴിവുകളും എല്ലാം നമ്മുടെ മേലധികാരികളും അതുപോലെ തന്നെ ഇൻഡോർ ക്ലാസ്സുകൾ നടന്ന സമയങ്ങളിൽ എല്ലാം ഔട്ട്ഡോർ വിഷയങ്ങൾ നടന്ന സമയങ്ങളിൽ എല്ലാം നമുക്ക് ആത്മവിശ്വാസം, ഇനിയിപ്പം ഞങ്ങൾക്ക് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ 123 സേനാംഗങ്ങൾക്കും ചൂണ്ടിക്കാണിക്കാനുള്ള മനസ്സുറപ്പ് ഇവിടെ നിന്ന് നേടിയെടുത്തു സർ. അതാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഇൻഡോറിൽ നിന്നാണെങ്കിലും ഔട്ട്ഡോറിൽ നിന്നാണെങ്കിലും മനധൈര്യവും സാന്നിധ്യവും വളരെയേറെ ലഭിച്ചിട്ടുണ്ട് സർ. ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് സാർ മേൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കും സർ. ഓക്കെ, വെരി ഗുഡ്. അതായത് ഒന്ന് നോക്കണം, ഇതിനകത്ത് 10-36 ആദിവാസി വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോരുത്തരും ഓരോരോ പേര് ഉണ്ട്. അടിയർ, പണിയർ, പിന്നെ ഇരുളർ, ഇങ്ങനെ കട്ടനായക്കർ, ഇങ്ങനെ ഓരോരുത്തരും പേരാണ്. ഈ പേരുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു അടയാളപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എക്സ്റ്റേണലായിട്ടുള്ള ബാഹ്യ മനുഷ്യന്മാർ നിങ്ങൾ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പേരുകൾ. ഇത് നിങ്ങൾ സ്വയം വച്ച പേരൊന്നുമല്ലോ. എൻ്റെ പേരെന്തുവാ സർ? പേരെന്തുവാന്ന് വെച്ചത് സർ RTPC 1156 രാജേഷ് അയ്യർ. ഇപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ പേര് നിങ്ങളുടെ അച്ഛനമ്മയും വെച്ച പേരാണ്. അവർ ജനിച്ച സമയത്ത് ഇഷ്ടപ്പെട്ടു. അതുപോലെയല്ല നിങ്ങളുടെ സമുദായത്തിൻ്റെ പേര്. സമുദായത്തെ പേരെന്ന് പറഞ്ഞ് മറ്റവർ നിങ്ങൾ മേൽ അടിച്ചേൽപ്പിക്കുന്ന പേരുകളാണ് ഈ പറയുന്ന ആദിവാസികൾ പേര്. അപ്പോൾ അവരതിനകത്ത് വ്യാഖ്യാനം നൽകുന്നത് ചിലപ്പോൾ നിങ്ങൾ അടിമകളായിരുന്നു, മറ്റവരായിരുന്നു, കുഴി തൊഴിലാളികൾ, അങ്ങനെ പറയത്തുള്ളൂ. അതല്ല സംഭവം. യഥാർത്ഥത്തിലെടുത്ത് നോക്കി അവരുടെ ഈ പറയുന്ന പേരുകളൊക്കെ എടുത്ത് നോക്കിയാൽ പുറലോകം അടിച്ചേൽപ്പിക്കുന്ന പേരുകൾ. ഇതിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം. മനസ്സിലല്ലേ? ഈ കാട്ടുനായക്കർ, ചോളനായക്കർ, ഇരുളർ, പണിയർ, ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കിയാൽ ഈ വിഭാഗങ്ങൾ മുഴുവൻ ഏക സമൂഹങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തന്നെ ഈ ചില വിഭാഗങ്ങൾ വളരെ പിന്നോക്ക അവസ്ഥയിലുണ്ട്, ചിലർക്ക് വളരെ സാമൂഹികമായിട്ട് മുന്നോക്ക അവസ്ഥയിലുണ്ട്. എന്നിരുന്നാലും അടിസ്ഥാനപരമായി
എല്ലാവരും കാട്ടിൻ്റെ മക്കളാണ്, മണ്ണിൻ്റെ മക്കളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ യൂണിഫോം ഇട്ട് കയറിയതിന് ശേഷം ഈ പറയുന്ന വിഭാഗീയത കൊണ്ടുണ്ടാകാൻ പാടില്ല. പോലീസ് യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജാതിയിലെ മതത്തിനകത്ത് ജാതിനകത്തുള്ള പല വിഭാഗങ്ങളൊന്നുമില്ല, ആദിവാസികളിലുള്ള പല വിഭാഗങ്ങളൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ഞാനാണ് ഓഫീസർ, പോലീസ് ഓഫീസർ ലൈക്ക് ക്വാളിറ്റി. ഞാൻ ഇവിടുത്തെ യഥാർത്ഥ പൗരനാണ്, ആ നിയമ സംരക്ഷകനാണ്. എനിക്കൊരു ഉത്തരവാദപ്പെട്ട ഒരു ദൗത്യമുണ്ട്, എനിക്ക് ജാതിയും മതമൊന്നുമില്ല. ആ രീതിയിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലല്ലേ? അപ്പോൾ അതേ സമയത്ത് നമ്മൾ മാതൃകയായിട്ട് മാറണം. അല്ലാതെ നിങ്ങളുടെ സമൂഹം മാത്രമല്ല, എല്ലാ സമൂഹങ്ങളും ഒന്നിച്ച് കാണണം. അത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വൈവാഹിക ബന്ധത്തിൽ അങ്ങനെ ആകണം. അല്ലാതെ എൻ്റെ സമൂഹത്തിൽ നിന്ന് മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ, കാട്ടുനായ്ക്കർ കല്യാണം കഴിക്കുന്ന ആ ഇതിനൊക്കെ. കാരണം അതൊരു വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ സമൂഹങ്ങളൊക്കെ ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. അതാ പ്രശ്നം. കാരണം ഒരു 2000 ഇപ്പോൾ നായർ എന്ന് പറഞ്ഞാൽ 55 ലക്ഷം പേരുണ്ട്, ഈഴവർണ്ണത്തെ 75 ലക്ഷമുണ്ട്, മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ 90 ലക്ഷം പേരുണ്ട്. അപ്പോൾ ഇവർ കേരളത്തിലുടനീളം ആൾക്കാരുണ്ട്. ഇവർക്ക് വലിയ വിശാല ജാതികളാണ്. പല ജാതികളൊക്കെ കൂട്ടി ഒരു ജാതിയായിട്ട് മാറി. അപ്പോൾ വിശ്വകർമ്മ എന്ന് പറഞ്ഞ ജാതി വലിയൊരു ജാതിയായിട്ട് മാറി. നേരത്തെ കൊല്ലൻ തച്ചൻ ഇങ്ങനെ ഉണ്ടായിരുന്ന സാധിക്കാറ്. അതുപോലെ ആദിവാസികളുടെ അടുത്ത് നോക്കിയപ്പോഴും അവർ ഒറ്റയ്ക്ക് ഓരോ ചെറിയ ചെറിയ സമുദായം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അടിയർ എന്ന് പറഞ്ഞാൽ 2000 കുടുംബങ്ങൾ, അല്ലെങ്കിൽ കാട്ടനായ്ക്ക് എന്ന് പറഞ്ഞാൽ 3000 പേര്, ചോളനായ്ക്ക് എന്ന് പറഞ്ഞാൽ 250 പേര്. അപ്പോൾ ആ ഓരോരോ സമൂഹങ്ങളും അവിടെ ആ ചെറിയ ചെറിയ സമൂഹങ്ങളായത് അടയാളപ്പെടുത്തുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മാത്രം ഒരു ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നു. അതിനകത്ത് തന്നെ അത് ഈ അടയാളപ്പെടുത്തൽ കൂടുതലാകുന്നു. അപ്പോൾ ആ ഇൻബ്രീഡിങ്ങും കാര്യങ്ങളുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ കൂടുതൽ അസുഖങ്ങളുണ്ടാവും, കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അവർ അവിടെ നിന്ന് നമ്മുടെ ഇപ്പോൾ അട്ടപ്പാടിയിലുള്ള ആദിവാസി അതിൽ പോയി തിരുവനന്തപുരത്തേക്ക് ഒരു വീട് വെച്ച് താമസിക്കാനായിട്ട് പ്രയാസം ഉണ്ടാകുന്നു. കാരണം അവിടെ ആൾക്കാർ മറ്റേ ബന്ധുക്കളൊന്നുമില്ല. അതിലിപ്പോൾ അല്ലെങ്കിൽ വയനാട്ടിലുള്ള ആദിവാസി പോയിട്ട് കണ്ണൂരിലെ വീടെടുത്ത് അവിടെ വെച്ച് താമസിക്കാനായിട്ട് അവർക്ക് പ്രയാസമുണ്ട്. കാരണം അവിടെ അടുത്ത ബന്ധുക്കളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ബന്ധുക്കളില്ലാതെ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സ്വയം ഏർപ്പെടുത്തുന്ന ഒരവസ്ഥയുള്ളത്. പക്ഷേ അല്ല, അതിന് അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ വിഭാഗങ്ങൾ നമ്മൾ വലിയ പെരുപ്പിച്ച് കാണിക്കുന്നു. അതല്ല സംഭവം. ഇത് നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട പേരുകളാണ്. അത് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ആദിവാസികളാണ്, നമ്മുടെ മണ്ണിൻ്റെ അവകാശികളാണെന്ന് പറഞ്ഞ് തോന്നലുണ്ടാകണം. ആ ഒരു തോന്നലായിരിക്കും നിങ്ങൾ നയിക്കേണ്ടത്. പക്ഷേ അല്ലേ, ഇനി ആദിവാസിനകത്ത് വിഭാഗം നോക്കാൻ പാടില്ല. എൻ്റെ സമൂഹം മറ്റേ സമൂഹം എന്ന് പറഞ്ഞ പ്രശ്നമല്ലേ സർ ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ സമൂഹം എന്ന് വെച്ചാൽ ആദിവാസി സമൂഹത്തെ മൊത്തമാണ് സർ ഉദ്ദേശിച്ചത്. ഓക്കെ ശരി, വെരി ഗുഡ് സർ, താങ്ക് യു സർ. വെരി ഗുഡ് സർ. ഈ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കിഴക്കേയറ്റത്തെ പ്രദേശമാണ് മലയ്ക്കപ്പാറ. അവിടുത്തെ ഒരു പ്രാഥമിക പഠനം നടത്തിയപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ UP സ്കൂൾ വരെ അവിടെ ഉള്ളൂ. അവിടുന്ന് ഹൈസ്കൂളിൽ പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ താഴോട്ട് 45 കിലോമീറ്റർ പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം. ഈ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ 123 പേരെ ഇൻ്റർവ്യൂ നടത്തി, 23 പേരെ പോലീസുകാർ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിൽ പഠിപ്പിക്കാൻ. പക്ഷേ അതിൻ്റെ അകത്ത് 8 പേരെ കിട്ടിയുള്ളൂ. ബാക്കി ആൾക്കാർ കാട്ടിൽ കയറി ഒരു ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. അവർക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ വരത്തുള്ളൂ. ആ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് മലയ്ക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് D. ദീപു സാറ് ഇപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സോഷ്യൽ പോലീസിൻ്റെ ഭാഗമായിട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 22 വയസ്സുണ്ട് അവർക്ക്. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ ചിന്തകൾ വരുന്ന രീതിയിൽ ഉള്ളതുകൊണ്ട് സാറിനോടൊരു ചോദ്യവുമായിട്ട്, ഒരു കൗതുക ചോദ്യമായിട്ട് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിക്ക് സാർ RTPC 1072 രാഗി കേസ്. സാർ മലയാളി ഇല്ലയെന്ന് കേട്ടു. പക്ഷേ സാർ എന്നാലും മലയാള ഭാഷയെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് കേട്ടു. സാറ് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇത് എഴുതാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു സാർ? അത് എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ നിങ്ങളുടെ ഒരു പ്രശ്നമായിരുന്നു. അതായത് ഞാൻ കണ്ണൂർ KP 4th കമാൻഡൻ്റ് ആയിരുന്നു 2009 അപ്പോൾ അന്ന് ഒരു പ്രശ്നമുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് 5000-ലേറെ സ്കൂളുകൾ അനാഥായ സ്കൂളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, അൺഎക്കണോമിക് സ്കൂളുകളാണ്. സ്കൂളുകൾ
അധ്യാപകരുണ്ട്, പക്ഷേ കുട്ടികളെ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് മലയാളം മീഡിയം സ്കൂളുകൾക്ക് ആ അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ 10 വർഷത്തിന് മുമ്പ്. ഇപ്പം എല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പല ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനൊക്കെ തുടങ്ങി. ഈ കാരണം കൊണ്ട് അന്ന് 2008 നോക്കിയാൽ, ഈ വയനാടിലെടുത്ത് നോക്കിയ ആദിവാസികൾ കുട്ടികൾ പഠിക്കുന്നത് കൂടുതലും ഏക അധ്യാപക വിദ്യാലയങ്ങളായിരുന്നു. ഒരു ടീച്ചറായിരിക്കും 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കാട്ടിലുള്ള ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ പഠന സൗകര്യങ്ങളൊന്നുമില്ല. അതേ സമയത്ത് ഈ നാട്ടിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പ്ലെയിൻസിൽ അവർക്ക് കുട്ടികൾ കിട്ടുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, മറ്റ് ആദിവാസി ഭാഗത്തെടുത്ത് നോക്കി അവർക്ക് ആക്ച്വലി അധ്യാപകരില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, കണ്ണൂർ ഭാഗത്തുള്ള ഒരു മലബാർ സ്കൂളിലുള്ള ഒരു എയ്ഡഡ് സ്കൂളിലുള്ള അധ്യാപകർക്ക് ഇവർ ആദിവാസികൾ യുവാക്കളെ പോയി ഈ ആദിവാസി കുട്ടികളെ കണ്ടുമുട്ടി, അവിടെ മാതാപിതാക്കളെ കണ്ടുമുട്ടി, ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, കണ്ണൂർ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ 250 കുട്ടികളെ അവർ കണ്ണൂർ കൊണ്ടുവന്ന് കണ്ണൂരിൽ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു ദിവസം താമസിപ്പിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം അവരെ പോയി അവരുടെ എയ്ഡഡ് സ്കൂളിൽ പോയി സ്കൂൾ അറ്റൻഡൻസ് കാണിച്ചിട്ട് അവിടെ പഠിപ്പിച്ചു. നന്നായിട്ട് പഠിപ്പിച്ചത് കുട്ടികളെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ 2-3 വർഷം പോയതിന് ശേഷം കുട്ടികൾ ചോദിച്ചു, ഞങ്ങൾക്കൊരു ഭാഷ ഉണ്ട്, ആ ഭാഷയിൽ തന്നെ ഞങ്ങൾ പ്രാവീണ്യം ലഭ്യമല്ല, പഠന സൗകര്യമൊന്നുമില്ല, നിങ്ങൾ മലയാളത്തിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്, മലയാളം ഞങ്ങളുടെ മാതൃഭാഷ എന്ന് പറയാനും പറ്റത്തില്ല, ഞങ്ങൾക്ക് നിങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, ഞങ്ങൾ മാത്രം മലയാളത്തിൽ വേണ്ടി പഠിപ്പിക്കുന്നു, അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാമെന്ന് കൊണ്ടുവന്നിട്ട് മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പ്രതിഷേധിച്ചു. അപ്പോൾ ആ യുവാക്കൾ പ്രതിഷേധിച്ച സമയത്ത്, ആ കുട്ടികൾ പ്രതിഷേധിച്ച സമയത്ത് മാതാപിതാക്കളും അവരെ അനുകൂലിച്ചിട്ട് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളും ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തി സ്കൂൾ മാനേജറെ മർദ്ദിക്കുകയും അവിടെ സ്കൂളിലെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വയനാട് SMS DSP ആണ് ഈ കേസ് അന്വേഷിച്ചത്. അന്വേഷണ സംബന്ധിച്ച് പുള്ളി അന്വേഷിച്ച് ഇത് സാമൂഹിക പ്രശ്നമായതുകൊണ്ട് ഇതെന്ത് ചെയ്തു, അത് ഫൈനൽ റിപ്പോർട്ട് എഴുതി തള്ളി. അപ്പോൾ ആ കേസാണ് എൻ്റെ പുസ്തകമായിട്ട് മാറിയത്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഈ ആദിവാസി യുവാക്കൾക്ക് ഏത് മീഡിയമായിരിക്കും കുറച്ചുകൂടെ അനുയോജ്യം? ഇപ്പോൾ മലയാളം മീഡിയം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയുണ്ടോ, അല്ലെങ്കിൽ അതുമാത്രമല്ല മലയാളത്തിൻ്റെ ഭാവിയാണെങ്കിൽ അതാണ് മലയാളത്തിൻ്റെ ഭാവി എന്ന് ഉദ്ദേശിക്കുന്നത്. മലയാളം മാധ്യമം അല്ലെങ്കിൽ മലയാള ഭാഷയിലൂടെ നമുക്ക് വികസനം കൈവരിക്കാൻ സാധിക്കുമോ സംസ്ഥാനത്ത്? അപ്പോൾ എങ്ങനെയാണ് ഈ മലയാളം പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതിൻ്റെ അനിവാര്യത എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പഠന വിഷയമായിരുന്നു. അപ്പോൾ ഞാൻ തമിഴായതുകൊണ്ട് പിന്നെ എനിക്ക് പറയാമല്ലോ. അപ്പോൾ ഞാൻ അതിന് മുഖ്യമന്ത്രി അവാർഡും കിട്ടി, ഗ്രന്ഥരചന പുരസ്കാരം. ആ വർഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എഴുതിയ ഏറ്റവും മികച്ച പുസ്തകം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ തുടക്കത്തിൽ എനിക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിക്റ്റേറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ എഴുതിയതാണ്. പിന്നെ അത് 2ാമത്തെ പുസ്തകം അതുപോലെ വന്നു. അത് മലയാളം തമിഴ് വലിയ പ്രയാസമുള്ള ഭാഷകളൊന്നുമല്ല. നമുക്ക് തമിഴായതുകൊണ്ട് മലയാളം പഠിക്കാൻ വളരെ സിമ്പിളാണ്. കുറേ ഉച്ചാരണത്തിൽ ഈ സംസ്കൃത വാക്കുകളൊന്നും എനിക്ക് പ്രശ്നമാണ്. എന്നിരുന്നാലും തമിഴ് ചുവട് കൂടി മലയാളം സംസാരിക്കാൻ അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു. താങ്ക് യു സാർ. ഈ രാജേഷ് ചോദിച്ച ഒരു ക്വസ്റ്റിന് ഈ കോൺട്രാക്റ്റ് എന്നുണ്ടല്ലോ, ഈ നമ്മുടെ കോൺട്രാക്ട്, അതിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദിവാസികൾ യുവാക്കൾ എത്ര പേര് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികളുണ്ട്, ഡിപ്ലോമ പഠിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നിടത്ത് നോക്കിയാൽ മിക്ക കുട്ടികളും ഈ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒരു കട്ടടം പണിയാനുള്ള ഒരു ടെക്നിക്കൽ നോളജില്ല. പലപ്പോഴും എടുത്ത് നോക്കിയാൽ ഡിപ്ലോമ പോലും പഠിക്കുന്നില്ല. അപ്പോൾ അതേ സമയത്ത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആദിവാസി യുവാവാണെങ്കിൽ ഇഷ്ടംപോലെ ലോൺ കിട്ടും. അതിൽ തന്നെ നല്ല നിലയ്ക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം, ഈ കോൺട്രാക്റ്റ് എടുക്കാം. പക്ഷേ ആ കോൺട്രാക്റ്റ് എടുക്കാനായിട്ട് പോലും ആദിവാസി യുവാക്കൾ കിട്ടുന്നില്ല. കാരണം ഇവർ മുഴുവൻ പഠിക്കുന്നത് ഇതുപോലെ ഈ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ടഫായിട്ട് പഠിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഫെയിലായി പോകുന്ന പേടി. അതൊരു വലിയൊരു പ്രശ്നം. അത് ശരി, താങ്ക് യു സാർ. ആലപ്പുഴ MRS സ്കൂളിലെ ഒരു കുട്ടി അവിടെ വയറുവേദനയായിട്ട് ആശുപത്രി കൊണ്ടുപോയി. ആ സമയത്ത് SPCയുടെ ക്യാമ്പ് നടക്കുവാണ് സാർ. എന്താണെന്ന് പ്രശ്നം ചോദിച്ചപ്പോൾ ആ കുട്ടി വയനാട് നിന്ന് വന്നതാണ്. പക്ഷേ അവർക്ക് ഹോസ്റ്റലിൽ കൊടുത്തിരുന്ന ടോയ്ലറ്റ് അത് ഉപയോഗിക്കാൻ ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊരു വിഷമമാണ് പറഞ്ഞു. പക്ഷേ ആ കുട്ടിയെ ടോയ്ലറ്റ് ഉപയോഗിക്കാനും മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നയിച്ചത് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് കുട്ടികളായിരുന്നു. അപ്പം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ആയിരുന്നവരും NCCയും NSSലുള്ള
കേഡറ്റ്സ് ഉണ്ട്. അവരെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. SPC, NCC ആൻഡ് NSS സ്റ്റാൻഡ് അപ്പ്. SPC കുട്ടികൾ. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്ര SPC കുട്ടികളുണ്ടല്ലോ. സർ, RTPC 1108 രതീഷർ സാർ. ഞാൻ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ആനവായി എന്ന് വരുന്നു. ആനവായൂർ ചിണ്ടക്കിയുടെ മുകളിലാണ്. അപ്പോൾ 2015-16 വർഷത്തെ എറണാകുളം ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ SPC ചേർന്നു. അപ്പോൾ ആ വർഷം തന്നെ 2015-16 റിപ്പബ്ലിക് ഡേ പരേഡ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ പരേഡൊക്കെ ഉണ്ടായിരുന്നു. ആ പരേഡ് നയിക്കാൻ സാധിച്ചു. അതിൽ 1ാം സ്ഥാനം എറണാകുളം റൂറലിന് പ്രതിനിധീകരിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കാനും സാധിച്ചു. അന്നേ വളരെ സന്തോഷമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഞാൻ ഈ പോലീസ് ജോലിയിൽ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പിന്നെ നാട്ടിൽ പോയപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഫെയിലായിരുന്നു. BSc ഫിസിക്സ് ആയിരുന്നു എടുത്തത്. ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലായിരുന്നു BSc ഫിസിക്സ് എടുത്തു. അപ്പോൾ എനിക്ക് +2 പഠിക്കുന്ന സമയത്ത് ഫിസിക്സിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബേസിലാണ് ഞാൻ കോളേജിലും BSc ഫിസിക്സ് എടുക്കാൻ കാരണം. അപ്പോൾ +2 പഠിക്കുന്ന സമയത്ത് MRS ആയതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാറുമാർ വളരെ പ്രയോജനമായിരുന്നു. എന്തുണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം. അതിന് അനുയോജ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ സാറുമാരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഡിഗ്രി പോയ സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക. പിന്നെ ക്ലാസ്സിൽ പോയാലും ടീച്ചർമാർ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് പോവും. ഇംഗ്ലീഷിലായിരുന്നു ഫുൾ ക്ലാസ് എടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ള 4 വിഷയത്തിൽ ഹരിയർ ഉണ്ട്. എനിക്ക് എഴുതിയെടുക്കാനുള്ള താല്പര്യമുണ്ട്. ഇത് കഴിഞ്ഞ പാടെ എഴുതിയെടുക്കാനുള്ള ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ അട്ടപ്പാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഞങ്ങളുടെ മേഖലയിൽ ചിണ്ടക്കി മുതൽ മുകളിലുള്ള ഞങ്ങളൊരു 5-6 ഊരുകളുണ്ട്. പ്രത്യേകിച്ച് റോഡ് സൗകര്യം വളരെ കുറവാണ്. അതുപോലെ തന്നെ റേഞ്ചിൻ്റെ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഞങ്ങൾ മന്ത്രിമാർ വന്നാലും അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാറുണ്ട്. അവിടുത്തെ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ മെമ്പർമാരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതുവരെയും അതിനുള്ള ഫണ്ടൊക്കെ വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചിണ്ടക്കിക്ക് താഴെയുള്ള മേഖലകളിൽ മാത്രമേ അതിനുള്ള റോഡുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുള്ളൂ. ഞങ്ങളുടെ മേഖലയിൽ ഇതുവരെ ഒരു 5-6 കൊല്ലം മുമ്പ് 5-7 കൊല്ലമാണോ അപ്പോൾ നിർമ്മിച്ച ഇൻ്റർലോക്കിൻ്റെ റോഡ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ മണ്ണിടിച്ചിലൊക്കെ സാധ്യത ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണത്. അതുകൊണ്ട് മഴക്കാലത്താണെങ്കിൽ പെട്ടെന്ന് മണ്ണിടിച്ചിൽ സംഭവിച്ചാൽ റോഡ് ഫുള്ളും ക്ലോസ് ആവും. പിന്നെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ചിണ്ടക്കി മുക്കാലിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്താൻ. അപ്പോൾ ഈ സമയത്ത് മഴക്കാലത്തുള്ള ഒരുപാട് രോഗികൾ നാട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനൊന്നും പറ്റില്ല. ഹോസ്പിറ്റലിൽ എത്തിക്കണം കോട്ടത്തറ ഗവൺമെൻറ് ട്രൈബൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവിടുന്ന് ഒരു 10-20-22 കിലോമീറ്റർ ഉണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു അസൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും ഇക്കാര്യം അവിടുത്തെ ഇടയ്ക്ക് ശിശു മരണത്തിൻ്റെ ഒരു സംഭവം കൂടിയായത് മന്ത്രിമാർ പലപ്പോഴും വരാറുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം ഇതുവരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു സംഭവം നടന്നു. അട്ടപ്പാടിയിലെ മേലാത്തുടിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ കയറി വരികയും അട്ടപ്പാടിയിൽ ആദിവാസികൾ ഇതുവരെ ബിരിയാണി കഴിച്ചിട്ടില്ല, അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഈ ട്രെയിനിങ് ഇവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ കാര്യം അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് 1-ാം വാർഡിലെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നത് ഇവരെങ്ങനെ കയറ്റി വിട്ടു, ഇതിനാരാണ് സഹായകമായതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഫോറസ്റ്റുമായിട്ട് അവർക്ക് ചെറിയ ലിങ്ക് ഉണ്ടെന്നൊക്കെ പറയണ കേട്ടു. അപ്പോൾ ഞങ്ങൾ ഈ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ 1-ാം വാർഡിലെ മെമ്പറുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർ വേറൊരു കാര്യം പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു. പക്ഷേ യൂട്യൂബിലൊക്കെ ഇത് വൈറലായിരുന്നു. ഇതുപോലെ അട്ടപ്പാടി ആദിവാസികൾ ബിരിയാണി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞു. യൂട്യൂബിലെ വൈറൽ വീഡിയോ. അപ്പോൾ ഇതിനെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അഗളി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് ഇവിടെ വന്ന് ട്രെയിനിങ് സമയത്ത് തന്നെ ഇതുപോലൊരു സംഭവത്തിൽ പങ്കുചേരാൻ കൊണ്ട് വളരെ സന്തോഷമുണ്ട്. വെരി ഗുഡ്. അതായത് ഇപ്പോൾ ഈ പുള്ളി പറഞ്ഞല്ലേ, അതായത് BSc ഫിസിക്സ് പഠിക്കാൻ പോയ സമയത്ത് സ്വാഭാവികമായും അവിടെ അത് എല്ലാ കുട്ടികളും നേരിടുന്ന വലിയൊരു ഇഷ്യൂ.
കാരണം നമ്മുടെ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പേരിന് വേണ്ടി മാത്രമേ ഉള്ളൂ, പഠനമൊന്നും നടക്കുന്നില്ല. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ ട്യൂഷൻ പോകുന്നു, പൈസ കൊടുത്ത് പോകുന്നു, നമ്മൾ പൈസ കൊടുത്ത് പഠിക്കാനുള്ള ശേഷി കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇപ്പോൾ കാൽക്കുലസ് ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ +1 +2 മാത്തമാറ്റിക്സ് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പിന്നെ ഫിസിക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാസ്സാകാൻ പ്രയാസമാണ്. അത് നിങ്ങൾ ബുദ്ധി കുറവൊന്നും കൊണ്ടല്ല, അവസരമില്ലാതെ കൊണ്ടാണ് സംഭവം എന്ന് പറഞ്ഞാൽ അതിന് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ കാൽക്കുലസ് പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫിസിക്സ് കിട്ടാൻ പാടാം. അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞില്ല, ബേസിക്കായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ കൗൺസിലിംഗ് കൊടുത്തിട്ട് 12ാം ക്ലാസ്സിലും കൗൺസിലിംഗ് വേണം. ഏത് വിഷയത്തിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പോകണം, അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ സയൻസ് മാത്സ് പഠിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ സമൂഹം മുന്നേറത്തുള്ളൂ. അത് സംശയമൊന്നും വേണ്ട. കാരണം ഇപ്പം നിങ്ങൾ പറയുന്നു ഡോക്ടർമാരില്ലെന്ന് പറഞ്ഞിട്ട്, യഥാർത്ഥത്തിൽ എത്ര പേരാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ ഡോക്ടറായിട്ടുള്ളത്? ഇപ്പോൾ അതാണ് ഈ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഡോക്ടറായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ മേഖലയിലൊക്കെ ഇപ്പോൾ നല്ല ജനസംഖ്യ ഉണ്ടായിട്ടും വളരെ തുച്ഛമായ ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. മറ്റവരാരും അങ്ങോട്ട് പോയി ചികിത്സിക്കാനോ അവർക്ക് സഹായിക്കാനോ പോകാൻ പോകുന്നില്ല. കാരണം കാട്ടിനകത്ത് പോയി ഡോക്ടർമാർ എന്ത് ചെയ്യാൻ പോകും? അവർക്ക് വലിയ ടൗണിലായിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതെന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ സയൻസ് ഗ്രൂപ്പ് എടുക്കാതെ പോകുന്ന സമയത്ത് സ്വാഭാവികമായി അവർക്ക് ഡോക്ടറാകാൻ സാധിക്കത്തില്ല. സയൻസ് ഗ്രൂപ്പ് എടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടത്തില്ല, ഡിപ്ലോമ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ +1 +2 കഴിഞ്ഞ ശേഷം തന്നെ ഈ പ്രാഥമികമായിട്ട് കോളേജ് പോകുന്നവർക്ക് ശരിക്കും അവിടെ പോയിട്ട് ഒരു ട്യൂഷനും മറ്റതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ സർക്കാരിൻ്റെ അടുത്ത് തന്നെ കൊടുക്കണം. നമ്മുടെ മിനിസ്റ്റർക്ക് വളരെ താല്പര്യമുള്ള മിനിസ്റ്റർ, അപ്പോൾ രാധാകൃഷ്ണൻ മിനിസ്റ്റർ എടുത്ത് നോക്കിയാൽ അത് വളരെ അദ്ദേഹം ഒരുപാട് ആദിവാസികൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളും കൂടിയാണ്. അദ്ദേഹത്തിന് നിങ്ങളെപ്പോലെ ആൾക്കാർക്ക് വളരെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ പ്രപ്പോസൽ വേണം. നിങ്ങൾ പ്രപ്പോസൽ അയച്ചിട്ട് ഇപ്പോൾ ഈ പ്രായോഗികമായിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എങ്ങനെ പരിഹരിക്കണം നമ്മൾ തോന്നണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബിരിയാണി കാര്യം പറഞ്ഞു, ബിരിയാണി കാര്യം എടുത്ത് നോക്കിയാൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഈ കാറ്ററിംഗ് പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട്? ആദിവാസി കുട്ടികളെടുത്ത് നോക്കിയാൽ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളതെടുത്ത് നോക്കിയാൽ ഈ ഹോട്ടൽ മേഖലയാണ്, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് പാചകം ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഇവരൊക്കെ ബിരിയാണി എന്ന് പറയുന്നത് ഔറംഗസീബ് മുഗൾസ് കൊണ്ടുവന്ന ഒരു വിഭവമാണ്. അവിടെ മലയാളികളുണ്ടല്ലോ, നമ്മുടെ പുട്ടും സാമ്പാർ മാത്രമേ ഇവിടുത്തെ ഭക്ഷണമുള്ളൂ. യഥാർത്ഥ ഈ ബിരിയാണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പെർഷ്യൻ ഫുഡാണ്, നോർത്ത് ഇന്ത്യൻ മുഗൾ അവരുടെ കൊണ്ടുവന്ന ബിരിയാണിയാണ്, അതാണ് അവരുടെ വിഭവം. അത് നമ്മളെല്ലാം പഠിച്ചെടുത്തു, അത്രേ ഉള്ളൂ. ദോശയും ഇഡ്ഡലിയും ഇതൊക്കെ ഇഡ്ഡലിയൊക്കെ പുറത്ത് തമിഴ്നാട്ടിൻ്റെ സാധനമാണ്. അല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുകളൊന്നല്ലോ, നോർത്ത് ഇന്ത്യക്കാരിൽ ചപ്പാത്തി ഉപയോഗിക്കുന്നത്, നമ്മൾ അരി ആഹാരം മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാവരും ചപ്പാത്തി, എല്ലാ വീട്ടിലും ചപ്പാത്തി ഉണ്ട്, മനസ്സിലല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ബിരിയാണി കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇതോ വലിയ കുറ്റമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എത്ര പേർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം ആദിവാസികൾക്ക്? ഒരു കല്യാണം ഇപ്പോൾ നിങ്ങളുടെ കോളനിയിൽ എടുത്തു കഴിഞ്ഞാൽ കോളനിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, ആ സമയത്ത് എല്ലാവരും പറയുന്നത് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര ആദിവാസി യുവാക്കൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം? എന്താ പഠിക്കാതെ? മനസ്സിലല്ല. അപ്പോൾ അത് മോശമൊന്നുമില്ല. എല്ലാവരും ഇവരാർക്കും ഈ ബിരിയാണി ഇവിടെ കുത്തകമൊന്നുമല്ലല്ലോ, ഇവിടത്തല്ല, നമ്മൾക്ക് എല്ലാവരും പഠിച്ചതാ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി പുതിയ മേഖലയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ മടി കാണിക്കാതെ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ ലെവലിലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു യുവാക്കളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കേസ് കൊടുത്ത കാര്യമൊന്നുമില്ല, പോട്ടെ കാര്യം. പക്ഷേ ഞാൻ പറയാൻ വന്നത്, നമ്മൾ പല മേഖലയിലും ആദിവാസി യുവാക്കൾ, ഇപ്പോൾ എത്രയോ ആൾക്കാർ ഗൾഫ് പോകുന്നു. ഇപ്പോൾ യൂസുഫ് അലിയൊക്കെ ഇവിടെ നിന്ന് വളരെ സാധാരണപ്പെട്ട മനുഷ്യനാണ്, ഇവിടെ നിന്ന് കപ്പലേരി പോകുന്ന സമയത്ത് ഒരു 100 രൂപ പോലും പോക്കറ്റിലില്ല, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അതുപോലെ ഒരു ആദിവാസി യുവാവ് ഇവിടെ നിന്ന് ഗൾഫിൽ പോയി വലിയ പണക്കാരനായ എന്താ കുഴപ്പം? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, നമുക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അങ്ങനെയല്ല. നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം. ശരിയാ? താങ്ക് യു സാർ. താങ്ക് യു സാർ. നമസ്കാരം. RTPC 1160 മനീഷം. ഞാൻ SPCയിലേക്ക് വന്നത് ഫസ്റ്റ് ബാച്ചാണ്.
കാട്ടിക്കുളം അത് നമ്മൾ ഫസ്റ്റ് SPC സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ബാച്ചാണ്. അപ്പം അന്ന് മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോലീസിൽ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളെ നാട്ടിൽ കുറേ കൊച്ചു പിള്ളേരൊക്കെ SPCയിലുണ്ട്. അതുകൊണ്ട് കുറേ എന്താ പറയുക, അത് നന്നായി. ഇപ്പോൾ SPC ജോയിൻ ചെയ്ത ശേഷം ഒന്ന് നമ്മൾ നോക്കേണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് പോക്സോ കേസുകൾ, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ പലതും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രധാനമായും ഇതിൻ്റെ ഇഷ്യൂ ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം നടക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എടുത്ത് നോക്കിയാൽ ഈ ദുർബല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഉദാഹരണത്തിന് അച്ഛൻ മദ്യപാനിയായിരിക്കുന്നു, വീട്ടിലെ അനിയനോ ചേട്ടനോ ഒരു മയക്കുമരുന്ന് അടിമയായിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിലേതെങ്കിലും രണ്ടാണ് അച്ഛനായിരിക്കുന്നു, രണ്ടാണ് അമ്മയായിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്ക അവസ്ഥയിലുള്ള വീടായിരിക്കുന്നു, മാനസിക അസ്വസ്ഥ ഉള്ളതിന് വീടായിരിക്കുന്നു. ഈ വീടുകളെടുത്ത് നോക്കിയാൽ വൾണറബിൾ കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളാണ് 90% പോക്സോ കേസുകൾ വിക്ടിംസും ഉള്ളത്. കാരണം നമ്മൾ സമൂഹം നോക്കുന്ന സമയത്ത് അവിടെ കുട്ടിയെ ശ്രദ്ധിക്കുന്ന ആളില്ല. ഇപ്പം നിങ്ങൾ വളരെ പ്രിവിലേജ്ഡ് ആൾക്കാരാണ്. SPC കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രിവിലേജ്ഡാണ്. കാരണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് നല്ല അന്തരീക്ഷം ഉള്ളതുകൊണ്ട് നിങ്ങൾ യൂണിഫോം ഇട്ട് നിൽക്കുന്നു. പക്ഷേ അതേ സമയത്ത് ഈ നല്ലൊരു ശതമാനം വീടുകളിലെടുത്ത് നോക്കിയാൽ ആ വീടുകളിലുള്ള അന്തരീക്ഷം മോശമായതുകൊണ്ട് ആ കുട്ടികൾ ഇതുപോലെ ഇരയാകാനായിട്ട് കൂടുതൽ സാഹചര്യമുണ്ട്. ഇനി നിങ്ങൾ ബീറ്റ് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കവചം എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഈ ഏരിയയിലൊക്കെ വയനാടും എല്ലായിടത്തും നോക്കിയാൽ നമ്മൾ കവചം എന്ന് പറഞ്ഞാൽ, കവചം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ സംരക്ഷണം ആവശ്യപ്പെടുന്ന കുട്ടികളെ നമ്മൾ പോലീസ് കണ്ടുമുട്ടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭ്യമായി കൊടുക്കാം. കാരണം നമ്മൾ പോയാൽ മാത്രമേ ആ കുട്ടികൾക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടോ, സ്കൂളിൽ പോകാൻ സാധിക്കുന്നുണ്ടോ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ, പഠിക്കാനല്ലോ വീട്ടിനകത്ത് സൗകര്യമുണ്ടോ, ഒരു വായിക്കാനല്ലോ അന്തരീക്ഷം ആ കോളനിയിലുണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. അതിനൊരു പാർട്ടായിട്ട് നമ്മൾ ഒരു ഉണ്ടാക്കിയിരിക്കുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ വൾണറബിൾ കുട്ടികളെ നമ്മൾ നോക്കണം. നമ്മൾ ഇപ്പോൾ നിങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മെച്ചപ്പെട്ട കുട്ടികളാണ്, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് SPC കുട്ടികളായത്. അതേ സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ വളരെ ബാക്ക് റാങ്കിൽ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വെച്ച് കുട്ടികളെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുന്നു, ബാക്ക് ബെഞ്ചസ് അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടി, പഠിക്കാൻ മിടുക്കുറവായിട്ടുള്ള കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ കുട്ടികളായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നു, ക്രിമിനൽസായിട്ട് മാറുന്നത്, അവരായിരിക്കും ഇരകളായിട്ട് മാറുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഈ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് അതുകൂടി ശ്രദ്ധിക്കുന്നതാണ് ഞാൻ ഒരു അപേക്ഷ. താങ്ക് യു സർ. ഒന്ന് പറയാനുള്ളത്, നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എപ്പോഴും കീപ്പ്. നിങ്ങൾ നല്ല ഫിസിക്കലായിട്ട് ഫിറ്റായിരിക്കുന്നു, പക്ഷേ അല്ല ഇനി തിരിച്ച് നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ പ്രധാനമായും നിങ്ങളുടെ ഡ്യൂട്ടി ഈ ഗാർഡ് ഡ്യൂട്ടിയും അതുപോലെ സെൻട്രി ഡ്യൂട്ടി ഇങ്ങനത്തെ ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ യാത്രാ സമയത്തും പുതിയ കാര്യങ്ങൾ ഒരുപാട് ഇപ്പോൾ യൂട്യൂബിലും നെറ്റിലും കെപ്പായിലൊക്കെ നമ്മൾ പുതിയ കോഴ്സുകൾ ഡിജിറ്റൽ ലേണിംഗ് തുടങ്ങുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം, പുതിയ വിഷയങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് എപ്പോഴും കീപ്പ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ ഇനി പോയിട്ട് പെട്ടെന്ന് തന്നെ സാറേ ഞാൻ പോയി ജോയിൻ ചെയ്ത് 2 കിലോ 2-3 വർഷം കൊണ്ട് ഞാൻ വെയിറ്റ് കൂടി പിന്നീട് കുറയ്ക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആ ഫിസിക്കൽ ഫിറ്റ്നസ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യണം. പിന്നെ ഇതുപോലെ നിങ്ങളെ ഈ കാലയളവിൽ നിങ്ങൾ ആരും മദ്യപിച്ചിട്ടില്ല, മുറുക്കാൻ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന സമയത്തും പരമാവധി അത് ശ്രമിക്കണം, നിലനിർത്താനായിട്ട് പാലിക്കാൻ ശ്രമിക്കണം. ഏതെങ്കിലും അവസരത്തിൽ അങ്ങനെ മദ്യപിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ മദ്യപിക്കണം, അല്ലാതെ കുടിച്ച് റോഡിൽ കിടക്കാൻ പാടില്ല. പലപ്പോഴും അങ്ങനെ ഒരു ചീത്തപ്പേർ ഉണ്ടാക്കുന്ന സംഭവമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വയനാട്ടിലെ ആദിവാസി പോലീസ് ഉദ്യോഗസ്ഥന്മാർ 1-2 പേരൊക്കെ ശരിക്കും മദ്യം അഡിക്റ്റായിരിക്കുന്നു. ഒരാളുടെ കുട്ടികൾക്ക് 2 കുട്ടികളും നല്ല ഡോക്ടർമാരാണ്, എന്നാലും അയാൾ അഡിക്റ്റാണ്, മദ്യപാനിയാണ്. 2 പ്രാവശ്യം സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടു. പിന്നെ എൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്തു, പിന്നെ ഞാൻ അവളെ തിരിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പം ട്രെയിൻ ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. സാർ RTPC 14 സുജിത്ത് ബി. സാർ ഞാൻ പഠിച്ചത് വയനാട് ചതുലയം കോളേജിലാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആദിവാസികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജാണ്. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്
അവിടെ സിവിൽ സർവീസ് കോച്ചിങ് ആരംഭിച്ചിരുന്നു. അത് ഏത് കോളേജാ? ITSR ചതലയം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ളതാണ്. ITSR, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രൈബൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രൈബൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഓക്കെ. എത്ര BSc കോഴ്സുകൾ, BA കോഴ്സുകളുണ്ട്? BA കോഴ്സും PG കോഴ്സും അതിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പറയാന്ന് വെച്ചാൽ സിവിൽ സർവീസ് കോച്ചിങ് ആരംഭിച്ചിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ഇൻട്രസ്റ്റോടെ അത് തുടർന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ അവർ വേറെ മേഖലയിലേക്ക് സാമ്പത്തികമായിട്ടും ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം എന്തെങ്കിലുമൊക്കെ ഇതാക്കി. ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കിയാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഇന്നത്തെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എന്തുണ്ട്, ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ SC/ST വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട് തിരുവനന്തപുരത്ത്, വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഭാഗത്ത് എടുത്ത് നോക്കി നമ്മളെ ഈ വയനാട് മേഖലയിൽ നിന്ന് അപേക്ഷിക്കുന്നത് വളരെ കുറവാണ്. അത് അപേക്ഷിച്ച് അവിടെ പഠിക്കണം. അതുപോലെ IMG ഉണ്ട്. ഇപ്പോൾ ധന്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടി പഠിച്ചല്ലോ. അപ്പോൾ ധന്യയൊക്കെ അതുപോലെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് ആക്ച്വലി അവർ ആദിവാസികൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അത് ശ്രമിക്കണം. ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. സാർ, ഒരു ഹവിൽദാർ സംസാരിക്കുന്നു സാർ. ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഹവിൽദാർ ശ്യാം. നമസ്കാരം സാർ. ഞാൻ ഹവിൽദാർ 9051 ശ്യാമിൻ്റെ കമ്പനിയിലെ സീനിയർ ഹവിൽദാറാണ്. ഇവരുടെ കൂടെ ട്രെയിനിങ് തുടങ്ങിയത് കഴിഞ്ഞ ജൂൺ 24 മുതലാണ്. ഫെബ്രുവരി 20 ട്രെയിനിങ്ങിന് വന്നതിന് ശേഷം ഞങ്ങളുടെ ഇവരുടെ കമ്പനി തന്നെ ഉണ്ടായിരുന്നു. ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തതിന് ശേഷം ജൂൺ 24 ഇവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ആകെ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫിസിക്കലി ഫിറ്റാണ്. രണ്ടാമത് മെൻ്റലി സ്ട്രോങ് ആകാനുള്ള മോട്ടിവേഷണൽ ക്ലാസ്സുകൾ കുറച്ചുകൾ കിട്ടുന്നത് ആളുകളെ സംബന്ധിച്ച് വളരെ ബെറ്റർ ആയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർ മോട്ടിവേറ്റഡ് ആകും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഡെസ്പ് ആവുകയും ചെയ്യുന്നൊരു ഇതാണ് ഫിസിക്കലി കണ്ടുവരുന്നതും. ഡെസ്പായോ ആരെങ്കിലും ഇത് കേട്ടിട്ട്, ഇൻട്രാക്ഷൻ കേട്ടിട്ട്? വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും തന്നെ മോട്ടിവേറ്റഡ് ആവും. കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും. അത് ആക്ടിവേറ്റ് ചെയ്യാനും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, അത് തീർന്നതിന് ശേഷം മാത്രം അടുത്ത കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു കൂട്ടനാണ്. വഴക്ക് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡെസ്പായി പോകുന്ന ഒരു രീതിയാണ് മൊത്തത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ വളരെ ഇതായിട്ട് ഫീലിങ്സ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. അതായത് ഈ നമ്മളിപ്പോൾ പൊതുവേ ഇപ്പോൾ ഈ കുട്ടികൾക്കെതിരെ ഇപ്പോൾ സമൂഹത്തിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ്, ഡിസിപ്ലിൻ, ഇതൊക്കെ കൂടുതൽ അടിച്ചേൽപ്പിക്കുന്നതും കുട്ടികളെ ശരിയായിട്ട് കൊണ്ടുപോകണമെന്ന് ശ്രമിക്കുന്നതും ഈ നഗരപ്പുറങ്ങളുള്ള ജീവിതങ്ങളാണ്. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് വേൾഡാണ്. എൻ്റെ മകൻ നന്നായിട്ട് റാങ്ക് വാങ്ങിക്കണം. അപ്പം എന്ത് ചെയ്യും, ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടീനെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഹറാസ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും പൊതുവെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഈ പറയുന്ന വഴക്കും പറയുന്നതും ഹാർഷായിട്ട് പെരുമാറുന്നിടത്ത് നോക്കിയാൽ ജനറൽ സമൂഹങ്ങൾ വളരെ കോമണാണ്. പക്ഷേ ആദിവാസി സമൂഹങ്ങളും അതുപോലെ ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാർക്ക് എടുത്ത് നോക്കിയാൽ അവർ ലൈഫ് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകുന്നു. പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല, അല്ലാതെ നമ്മൾ പോയി വളരെ നിർബന്ധം പിടിച്ച് അയാളെ കൂടുതൽ ഉപദ്രവിക്കത്തില്ല. കാരണം അയാൾ പഠിച്ചില്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ജോലിക്ക് പോകും, കുളിക്ക് പോകും. ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഏത് ജോലിക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ നഗരപ്പുറങ്ങളെടുത്ത് നോക്കിയാൽ ഈ മേഖലയിൽ നടന്ന ഉദ്യോഗസ്ഥന്മാർ പൊതുവെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർക്ക് വളരെ കോമ്പറ്റീറ്റീവ് വേൾഡാണ്. കാരണം അയാൾക്ക് വേറെ ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും നല്ല ജോലിക്ക് പോകണം. ചിലപ്പോൾ അച്ഛനമ്മയൊക്കെ നല്ല ജോലിയിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതുപോലെ ജോലിയായിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അവർക്ക് വളരെ കുട്ടികളെ വളരെ ഹാർഷായിട്ടും അവരെ ചിറ്റയായിട്ടാണ് വളർത്തിയെടുക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന ഉദ്യോഗസ്ഥൻ മറ്റൊരിടത്ത് അതുപോലെ പെരുമാറും. അപ്പം നമുക്ക് ഇതുപോലെ ആദിവാസി യുവാക്കൾക്ക് എന്ത് പോലീസ് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നും. ഇയാൾ എന്നെ ചീത്ത വിളിച്ചു, അയാൾ എന്നെ ഒരുമാതിരി ഹാർഷായിട്ട് പെരുമാറി. അത് അയാൾ നോർമലായിട്ട് പറയുന്ന കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നും.
മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരു ഡിസിപ്ലിനിങ് പരിപാടി നമ്മൾ കോമൺ ആയിട്ട് എടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തോ നിങ്ങളുടെ കോളനിനകത്തോ അങ്ങനത്തെ ഒരു സാഹചര്യം കാണത്തില്ല. അവർ നമ്മുടെ ലൈഫ് സിമ്പിളായിട്ട് എടുക്കുന്നു, ഇവരെ തന്നെ എത്രയ്ക്കും വളരെ കാര്യമായിട്ട് എടുക്കുന്നു. മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ പോലീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്ന സമയത്ത് അതുപോലെ നിങ്ങൾക്ക് കുറേ പ്രതീക്ഷിക്കാം. അത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല, നിങ്ങൾ ഒരു പർട്ടിക്കുലർ ജാതി ആയതുകൊണ്ട് മതമായതുകൊണ്ടല്ല അവരങ്ങ് ചെയ്യുന്നത്. പൊതുവേ അങ്ങനത്തെ ഒരു ശീലമുണ്ട്. കാരണം സമൂഹത്തിന് അങ്ങനെയാണ് വളർച്ചയെടുത്തിരിക്കുന്നത്, അങ്ങനെയാണ് ഒരു അന്തരീക്ഷം. ഇപ്പോൾ നഗരപ്പുറങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം അവർ വല്ല കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റാണ്. ഓരോ പാരൻസും എൻ്റെ കുട്ടിക്ക് ഡാൻസ് ക്ലാസ് പോകണം, കരാട്ടെ ക്ലാസ് പോകണം, മറ്റത് പോകണം, അത് പോകണം, റാങ്ക് വാങ്ങിക്കണം. ഏതെങ്കിലും രീതിയിൽ കുട്ടി മോശമായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ കുട്ടീനെ കൂടുതൽ ഇങ്ങനെ ഹാർഷായിട്ട് പെരുമാറി ഒരു വഷളാക്കും അവർ. അപ്പം ആ അന്തരീക്ഷം അല്ല നമ്മുടെ പൊതുവേ ഈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇവന്മാർ എന്തിനകത്ത് ഇങ്ങനെ പെരുമാറുന്നത്? പക്ഷെ അയാൾ ചിലപ്പോൾ നോർമലായിട്ട് പെരുമാറുന്നതായിരിക്കും, അത് നമുക്ക് ഹാർഷായിട്ട് തോന്നും. മനസ്സിലല്ലേ? അതുകൊണ്ടൊന്ന് പെട്ടെന്ന് നിങ്ങൾ ഡിപ്രസ് ആകും. ഇപ്പോൾ ഈ ഹൗൽദാർ പറഞ്ഞതുപോലെ, ഹൗൽദാർ മറ്റവർക്ക് ഇതുപോലെ തന്നെ പുള്ളി ചീത്ത കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹാർഷായിട്ട് പെരുമാറുന്നുണ്ട്. മറ്റൊരാരും മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ വളരെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യും. അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ തിക്ക് സ്കിന്നായിട്ട് മാറണമെന്ന് തോന്നുന്നു അല്ലേ? ഇവർ മാറണമെങ്കിൽ നമ്മൾ മാറണോ? നമ്മളാണ് മാറേണ്ടത്. നമ്മളെന്തിനാണ് ചീത്ത വിളിക്കാൻ പോകുന്നത്? നമ്മളെന്തിനാണ് അവർ ഹാർഷായിട്ട് പെരുമാറാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ പറയുന്ന രീതിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ഫീൽഡിൽ പോയാൽ തന്നെ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടാകും. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ചിലപ്പോൾ ഹാർഷായിട്ട് നിങ്ങളുടെ ഡിസിപ്ലിനിങ് ഉണ്ടാവും, ഹാർഷായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും, ഡയറക്ഷൻസ് ഉണ്ടാകും. അത് ഈ ജോലിയുടെ പാർട്ടാണ്. അപ്പോൾ ആ സംസ്കാരം പൊതുവേ നമ്മൾ തുടക്കത്തിൽ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു വർഷം കേട്ടല്ലോ, ഒരു വർഷത്തിനകത്ത് നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് നമുക്കൊരു കോംപ്രമൈസ് ഒന്നുമില്ല. പങ്ക്ച്വാലിറ്റി 9 മണിക്കെന്ന് പറഞ്ഞാൽ 9 മണിക്ക് എത്തിരിക്കണം, 8:55 എത്തിയിരിക്കണം. ഇപ്പം ഞാൻ 11 മണിക്ക് ഞാൻ റെഡിയാണ്, പക്ഷേ 15 മിനിറ്റ് പിന്നെ കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ലേറ്റാണ്. ഞാൻ 10:55 ഞാൻ റെഡിയായിരുന്നു, പക്ഷെ വന്നത് 10:15 പക്ഷേ അല്ല. എന്താ ജോർജ് എൻ്റെ അടുത്ത് കയറി വന്ന് 11 മണിക്ക് എൻ്റെ അടുത്ത് കയറി വരുന്നത്. സാറ് 11:05 കയറി വരുന്നത്. സാർ എല്ലാം റെഡിയായി എന്ന് വന്നിട്ട്. അപ്പോൾ അതിന് മുമ്പ് റെഡി ആയിരിക്കണ്ടേ? അപ്പോൾ ആ സമയത്ത് എടുത്ത് നോക്കി കോംപ്രമൈസ് ഒന്നുമില്ല. ഈ പറയുന്ന പങ്ക്ച്വാലിറ്റിനെ മാത്രം ഒരു കോംപ്രമൈസ് ഇല്ല. ശരിയാ സർ? വളരെ കണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ പൊതുവെ വളരെ ആത്മാർത്ഥതയുള്ള കാര്യം, എല്ലാ കാര്യങ്ങൾക്കും വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഫാമിലിയൊക്കെ വളരെ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരുടെ ഫാമിലിയിൽ 1-2 ഇൻസിഡൻറ്റുകൾ ഉണ്ടായത് നമുക്ക് നമ്മുടെ കമ്പനിയെ തന്നെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ഇവർ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പ്രകോപിതരാകുകയും വളരെ 2-3 പേരിലൊക്കെ സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റിലൊക്കെ നടക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ പുതിയ ആയിട്ട് പോലീസുകാരാകുന്ന ഇവർ അവരുടെ സമൂഹത്തിൽ ചെലുത്തേണ്ട കുറേ പ്രാഥമികമായിട്ട് ഇത്തരം സൂയിസൈഡ് അറ്റംപ്റ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും പറയുന്നു? അല്ല, അത് അത്യാവശ്യം. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുസമൂഹം പോകുന്ന സമയത്ത് വലിയൊരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. ആ കൾച്ചറൽ ഷോക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അത് നമ്മൾ വളരെ ഇൻട്രാക്റ്റീവ് ആയിരിക്കണം. പക്ഷേ ഇൻട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്. കാരണം പല കുടുംബങ്ങളെടുത്ത് നോക്കിയാൽ തൊട്ടടുത്ത് പറയാൻ ആളില്ല. നിങ്ങളായിരിക്കും കുടുംബക്കാർ നോക്കുന്നത്. അടുത്ത ജനറേഷൻ വന്ന സമയത്ത് നോക്കുക, അവൻ നന്നായിട്ട് മെച്ചപ്പെട്ടവൻ ജോലി കിട്ടി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകും. പക്ഷേ അതേ സമയത്ത് മറ്റ് പൊതുസമൂഹങ്ങളെടുത്ത് നോക്കിയാൽ അവർക്ക് കുറച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ നേരത്തെ കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കുടുംബക്കാർക്ക് നല്ല നിലയിലുണ്ടാകും. അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല, മനസ്സിലല്ലേ? പക്ഷേ നിങ്ങൾക്കെടുത്ത് നോക്കിയാൽ നിങ്ങളുടെ അടുത്ത ആൾക്കാർ മൊത്തം നിങ്ങളെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഫാമിലി ബർഡൻ കൂടും, കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകും. അതേ സമയത്ത് നമ്മുടെ മനസ്സ് തളരാൻ പാടില്ല. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സുഹൃത്ത് ബന്ധങ്ങളാണ്. നമ്മുടെ നല്ല ഒരു ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ വളരെ സിമ്പിളാണ്. അത് ബന്ധങ്ങൾ തകരാറാകുന്ന സമയത്താണ് കൂടുതൽ ഇതുപോലെ
സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇത്ര ആൾക്കാരുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയാനുള്ള ഒരു മനസ്സുണ്ടാകണം. നമ്മൾ മനസ്സിനകത്ത് വച്ചാൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതേസമയത്ത് പ്രയാസം ഉണ്ടെങ്കിൽ പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് പരിഹാരം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ പറയത്തില്ല. അപ്പോൾ ഈ സൂസൈഡ് ടെൻഡൻസി ഉള്ള സമയത്ത് പൊതുവേ എടുത്ത് നോക്കിയാൽ അവർ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് ആത്മഹത്യ പോകുന്നു, ആത്മഹത്യ ശ്രമിക്കുന്നു. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കും, വീട്ടിലെ പ്രശ്നമായിരിക്കും, ചില മദ്യപാനത്തിൻ്റെ പ്രശ്നമായിരിക്കും. അതൊക്കെ മറികടക്കാനായിട്ട് അവർ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്കൊരു പ്രോപ്പർ കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മാറുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഡിപ്രഷൻ എന്ന് പറയുന്നത് ആർക്ക് എപ്പോഴും വരാം. എനിക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. ആ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എന്ത് വരുന്നു പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ആളുടെ തന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോയി ഇങ്ങനെ കയറി തൂങ്ങി ചാവുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് ചാവുന്നു. അപ്പോൾ അതിന് മുമ്പ് അയാൾ കുറേ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. ആ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു അടുത്ത ബന്ധങ്ങളില്ലാതെ കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ മെൻഡർ സിസ്റ്റം ഉണ്ടല്ലോ, മെൻഡർ, അതുപോലെ ഇവർക്ക് നല്ലൊരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നല്ല ഇൻട്രാക്റ്റീവ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ടുമുട്ടി കാര്യങ്ങൾ സംസാരിച്ച്, ആ കൂട്ടായ്മ അത്യാവശ്യമാണ്. അപ്പോൾ കൗൺസിലിംഗ് അത്യാവശ്യം, കൗൺസിലിംഗ് മെൻഡർ സിസ്റ്റം അത്യാവശ്യം. മെൻഡറിങ് ഉണ്ടോ അവർക്ക്? സീറോ മന്ത് ഉണ്ടായിരുന്നു. സീറോ മന്ത് ട്രെയിനിങ്ങിൽ ഇവർക്ക് ആദ്യകാലങ്ങളിൽ കുറച്ച് മോട്ടിവേഷണൽ ക്ലാസ്സുകളുണ്ടായിരുന്നു. നമ്മുടെ കെപ്പയിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് ചെയ്ത് അത് ചെയ്തുകൊണ്ടിരുന്നത്. തീരുന്ന അവസരങ്ങളിലാണെങ്കിലും ഇവർക്ക് അവിടെ പോയിട്ട് ഊരുകളിൽ ഇവർക്ക് ഞാൻ എസ് പിമാരോട് സംസാരിക്കാം, എസ് പിയോട് സംസാരിക്കാം. വയനാട് എസ് പിയും പാലക്കാട് എസ് പി എടുത്തും മലപ്പുറത്തും സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എസ് പി കണ്ടാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നേരെ മേലുദ്യോഗസ്ഥ കാര്യം പറയുക. മനസ്സിലല്ലേ? ഡയറക്ടറെ തന്നെ നിങ്ങൾ എസ് പി കണ്ടാൽ മതി. അപ്പോൾ എസ് പി പൊതുവേ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്ന ആളായിരിക്കും, ഒരു സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്താണ് പ്രയാസങ്ങൾ ഓപ്പണായിട്ട് പറയാം. മനസ്സിലല്ലേ? ശരി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ശരി, താങ്ക് യു സാർ. അതേസമയത്ത് മീഡിയ അനാവശ്യമായിട്ട് മീഡിയ കൈകാര്യം ചെയ്യരുത്. മീഡിയയുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മീഡിയ അടുത്ത് പോകാൻ പാടില്ല. അത് വലിയൊരു മോശമാണ്. നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് നിങ്ങളെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നേരിട്ട് സമീപിച്ചാൽ അവർ ഉറപ്പായിട്ട് പരിഹരിക്കും. PC 1147 പ്രഭു പി. സാർ, വയനാട് ജില്ലയിലെ മാനന്തവാടി തേറ്റമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വന്നത്. അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരുപാട് സ്കൂൾ തലങ്ങളിൽ എൻ്റെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന് 123 പേര് ഞാൻ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലർക്കും പല രീതിയിലുള്ള മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ശ്യാം സാറ് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ഇപ്പം മാനസികമായും ശാരീരികമായിട്ടും ഞങ്ങൾ ഫിറ്റാണ് പൂർണ്ണമായിട്ടും. കാരണം ഞങ്ങൾ വന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കെപ്പയിൽ നിന്ന് ഒരുപാട് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്തൊരു കാര്യത്തിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾ വറീഡ് ആവരുത്, നല്ല രീതിയിൽ. കാരണം ഞങ്ങൾ പലപ്പോഴും ഇവിടുന്ന് ഞങ്ങൾക്ക് കുറഞ്ഞൊരു ട്രെയിനിങ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആ കിട്ടിയ ട്രെയിനുകൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉണർവും അതുപോലെ ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള ഒരു ടെൻഡൻസി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴായിട്ടും ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളെ പാണ്ടിക്കാടേക്ക് കയറ്റി വിട്ട സമയത്ത്, ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയ സമയത്ത് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ഇവിടെയുള്ള ഓഫീസർമാരായിട്ടും ഹവിൽദാർമാരായിട്ടും ഞങ്ങൾ ആത്മബന്ധം ആ കുറഞ്ഞൊരു കാലയളവിൽ ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് പറിച്ചു നടന്ന ഒരു ചെടിക്ക് മറ്റൊരു മണ്ണിലേക്ക് വേരൂന്നാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ പോലെ പാണ്ടിക്കാട് പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വസന്തമായിരുന്നു കാത്തിരുന്നത്. അവിടുത്തെ എല്ലാ ഓഫീസർമാരും ഞങ്ങളോട് അത്രയും സ്നേഹസമ്പന്നരായിട്ടാണ് പെരുമാറിയത്. ഒരിക്കലും രണ്ട് ഭാഗത്തുള്ള ട്രെയിനിങ്ങും ഞങ്ങൾക്ക് മോശം അനുഭവങ്ങളൊന്നും തന്നിട്ടില്ല. ഞങ്ങൾക്ക് മണ്ണിൽ ചുവടുറപ്പിച്ച് പോലീസ് സേനയുടെ ഭാഗമായിട്ട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രതികരിക്കണം, ഏതൊരു സാഹചര്യത്തിലും എങ്ങനെ നേരിടണം എന്നുള്ള കൃത്യമായ ഒരു വീക്ഷണം ഞങ്ങളെ കൂട്ടത്തിലുള്ള ഹവിൽദാർമാരും അതുപോലെ ഞങ്ങളെ ഓഫീസർമാരും തന്നിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഒരു വർഷക്കാലത്തോളം ഈ ഫെബ്രുവരി 20 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു വർഷം തികയും ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ നാട്ടിലേക്ക് പോകണം. ഞങ്ങളുടെ നാട്ടിലെ
ആ ഒരു കാലാവസ്ഥയായിട്ട് ഞങ്ങൾക്ക് ഇനിയും പൊരുത്തപ്പെടണം എന്നൊരു ആഗ്രഹം തന്നെയാണ് പൂർണ്ണമായിട്ടും ഞങ്ങൾ 123 പേരിലുള്ളത്. 10-ാം തീയതി കഴിഞ്ഞ് പോകാം. തീർച്ചയായിട്ടും സാർ. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം സാർ, കാരണം ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികളെയും ഞാൻ പറഞ്ഞ പോലെ 30 മാനസികാവസ്ഥയിലും ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും. 30 തലങ്ങളിൽ നിന്ന് വന്ന പിള്ളേരായിരിക്കും, 30 അന്തരീക്ഷത്തിൽ നിന്ന് വന്ന പിള്ളേരായിരിക്കും. കാരണം ഒരാൾ ചിന്തിക്കും പോലെയോ അല്ലെങ്കിൽ ഒരാളെ മനസ്സ് പറയും പോലെയല്ല മറ്റൊരാൾ ചിന്തിക്കുക. അപ്പോൾ നമ്മളൊരാളോട് എഴുന്നേക്കട എന്ന് പറയുന്നതും എഴുന്നേക്കട എന്ന് സ്വരം കടുപ്പിച്ച് പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഒരാൾക്കത് മനസ്സിലാവും, മറ്റൊരാൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും സാർ. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നമുക്ക് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ ശരിയായ രീതിയിലായിരിക്കാം, പക്ഷേ ഒരുപക്ഷെ മറ്റൊരാൾക്ക് അയാൾ ആ ഒരു തലത്തിൽ നിന്ന് വന്നതായിരിക്കാം. സ്പെഷ്യൽ റിക്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പലരും പല ഊരിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കത് മാനസികമായിട്ട് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും അയാൾ അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അയാൾ കണ്ണ് നിറച്ചല്ലോ എന്ന് ചിന്തിക്കേണ്ടത് അതൊരു അനിവാര്യമായൊരു ഘടകം തന്നെയാണ് സാർ. കാരണം എന്നോട് ചിലപ്പം ദേഷ്യപ്പെട്ടാൽ ഞാനത് അംഗീകരിക്കും, കാരണം ഞാനത് കേട്ടിരിക്കും. എനിക്ക് ആ ഒരു തലത്തിലൂടെ ഞാൻ ജീവിതത്തിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കൽ പോലും പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങി കൃത്യമായൊരു വീക്ഷണത്തിൽ മുന്നോട്ട് പോകാത്ത ഒരാൾ പെട്ടെന്നൊരാൾ ദേഷ്യപ്പെടുമ്പോൾ അയാൾ ചിലപ്പം ഗ്ലൂമി അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇത് നേരത്തെ ചോദിച്ചല്ലോ, അതായത് ഈ പോലീസിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാർഷായിട്ട് പെരുമാറുന്നതും ദേഷ്യപ്പെടുന്നതൊക്കെ എടുത്ത് നോക്കിയാൽ വളരെ കോമണാണ്. നമ്മുടെ ട്രെയിനിങ് എടുത്ത് ഇതിനേക്കാളും മോശമാണ് മറ്റേ ഫോറിനിലെ ട്രെയിനിങ്. കാരണം നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ചെറിയ കാര്യത്തിന് വേണ്ടി വലിയ എമോഷണലായി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ പലരും പല എമോഷണൽ കാര്യങ്ങളും ഫേസ് ചെയ്യുന്നത്, മനസ്സിലല്ലേ? അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേഷനിലെത്തുന്ന ആൾക്കാരുടെ അടുത്ത് നോക്കിയാൽ ഒരു തർക്കമുണ്ട്, ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് സ്റ്റേഷനിലെത്തുന്നത്. ആ തർക്കം എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ടാവും. ഒരു ചെറിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം കുടുംബക്കാരുടെ അടുത്ത് പറയും, അവിടെ സമുദായത്തിൽ പറയും, ലീഡേഴ്സിൻ്റെ അടുത്ത് പറയും, പള്ളിയുടെ അടുത്ത് പറയും. പല ആൾക്കാർക്ക് പറഞ്ഞിട്ട് അവസാനം തീർക്കാത്ത സമയത്ത് ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത സമയത്താണ് എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് റിസോർട്ടായിട്ട് സ്റ്റേഷനിലെത്തുന്നത്. അല്ലെങ്കിൽ അതിർത്തി തർക്കമുണ്ട്, അയൽക്കാരനുമായിട്ട് പ്രശ്നമുണ്ട്, പരിഹരിക്കാൻ പറ്റാതെ വാർഡ് മെമ്പർ നോക്കുന്നത് പരിഹരിക്കാൻ പറ്റുന്നില്ല, പഞ്ചായത്ത് പരിഹരിക്കാൻ പറ്റുന്നില്ല, സമുദായ നേതാക്കൾ പരിമാറിക്കാൻ പറ്റുന്നില്ല, അവസാനം സ്റ്റേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ പലപ്പോഴും എടുത്ത് നോക്കിയാൽ സ്റ്റേഷനിൽ കാണുന്ന പരാതികളെല്ലാം മുഴുവൻ ലാസ്റ്റ് റിസോർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ആ സമയത്ത് വളരെ എമോഷണൽ കൂടുതലായിരിക്കും. ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു ഭാര്യ ഭാഗത്ത് മിസ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ഭർത്താവിനടുത്ത് പറയുന്ന സമയത്ത് ഇഷ്ടപ്പെടത്തില്ല. അവസാനം നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ സമയത്ത് പൊതുവേ കാണുന്നത് ഏതെങ്കിലും ഒരുത്തനടുത്തേക്കും ചിലപ്പോൾ ഹാർഷായിട്ട് പെരുമാറിയായിട്ട് വരും, നിങ്ങൾ ചെയ്യണമെന്ന് പറയും. ഫീൽഡിൽ പോകുന്ന സമയത്ത് ഫീൽഡും പറയും, അവിടെ പോയിട്ട് തർക്കം ലത്തിചാർജ് ചെയ്യേണ്ടി വരും. ആൾക്കാർ അവിടെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭയങ്കര എമോഷണലായിട്ട് നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ആ ചീത്ത വിളിക്കുന്ന സമയത്ത് നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കണം, അതാണ് നമ്മുടെ ഡ്യൂട്ടി. റോട്ടിൽ നമ്മൾ ട്രാഫിക് പോകുന്ന സമയത്ത് ട്രാഫിക് വണ്ടി നിർത്തി സമയത്ത് അവൻ മദ്യപിച്ചിരിക്കുന്നു, അവൻ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചീത്ത വിളിക്കും. അവൻ ചീത്ത വിളിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. നമ്മളങ്ങനെ തിരിച്ച് എമോഷണലായിട്ട് കാര്യമില്ലേ, കാരണം അവിടെ പ്രശ്നം തന്നെ മോശമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പല എമോഷണൽ സിറ്റുവേഷനും നമ്മൾ ഫേസ് ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ ഡിസിപ്ലിനിങ് പ്രോസസ്സ് നടക്കുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഇത് വളരെ ചെറിയ നമ്മുടെ ഹവൽദാർ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അയ്യോ ഡിപ്രഷനായി കഴിഞ്ഞാൽ പിന്നെ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ വലിയ പരാജയമായിരിക്കും. കാരണം അത് ഞാൻ പറയുന്നത് എമോഷണൽ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കണം. ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ എമോഷണലായിരിക്കും. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഒരു WPC ഒരു ബൈക്കാരന് യാത്രക്കാരൻ 2 പേർ നിർത്തുന്നു. ആ കണ്ട സമയത്ത് ആ കുട്ടി പ്രായം കുറവായിട്ട് തോന്നിയിരിക്കുന്നു. നിർത്തിയ സമയത്ത് അവൻ 2 പേരും ഭയങ്കര ചീത്ത വിളി, നിങ്ങളെന്തിനാ സദാചാര പോലീസ് ചമയുന്നു, നിങ്ങൾ എന്ത് തോന്നിയവാസമാണ് ഞങ്ങൾ നിർത്തിയത്, ഇവർ 24 വയസ്സായി കണ്ടായിരുന്നു മിക്കറും. അപ്പോൾ വളരെ ചീത്ത വിളിക്കുന്നു, പിങ്ക് പെട്രോൾ. അപ്പോൾ പല സ്ഥലത്ത് അതുപോലെ തന്നെ ഈ ട്രെയിൻ സമയത്ത് ഒരുത്തന്നെ വന്നു. ഇപ്പം നമ്മുടെ അതായത് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നത് പറഞ്ഞാൽ
വലിയ വലിയ ഭീകരന്മാരാണ്, കുറ്റവാളികളാണ്, വിക്ടിംസാണ്. അപ്പോൾ അവരെല്ലാം എമോഷണലി അൺസ്റ്റേബിൾ ആൾക്കാരാണ്. ആ എമോഷണലി അൺസ്റ്റേബിൾ ആൾക്കാരെ നമ്മൾ സ്റ്റേബിളായിട്ട് നേരിടണം. ഇപ്പം ഇതിൽ ഹവിൽദാർ പറയുന്നത് നീ കറക്റ്റ് സമയത്ത് എത്തിക്കണം, നീ നിൻ്റെ ഫ്രണ്ട് റോൾ ശരിയല്ല, നീ ഇപ്പോൾ ഹോംവർക്ക് ചെയ്ത് വന്നിട്ടില്ലേ എന്ന് ദേഷ്യപ്പെടുന്ന സമയത്ത് അതിന് എമോഷണലായിട്ട് കാര്യമില്ല. ഇതിനേക്കാൾ വലിയ എമോഷണൽ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എമോഷണൽ സിറ്റുവേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, മനസ്സിലായില്ലേ? ഇപ്പം ചിലപ്പോൾ ഞാനവിടെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് വിളിക്കും കാര്യം ചെയ്തില്ലെങ്കിൽ, കാരണം ആ സമയത്ത് സിറ്റുവേഷൻ മോശമായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട് ആയതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യണം. ഞങ്ങളുടെ മൃദു സ്വഭാവം ഉണ്ടാകാനും പെരുമാറണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ചിലപ്പോൾ നോക്കുന്ന സമയത്ത്, കാരണം നിങ്ങളുടെ അടുത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തുവാ, നിങ്ങൾ സ്വാഭാവികമായി നമ്മുടെ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയല്ല. മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് വളരെ സിമ്പിൾ ജോലിയാണ്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരിക്കുന്നു, എന്താ രോഗിയെ മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പോയി ഒരു ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ ഇരിക്കുന്നു, സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി. അവിടെ കോൺഫ്ലിക്റ്റ് അല്ല റിസോൾവ് നടക്കുന്നത്, തർക്കമല്ല തീർക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം പ്രതിയും ഉണ്ടാകും, ആദ്യമൊരു ന്യായം ഉണ്ടാകും, പ്രതിക്കൊരു ന്യായം ഉണ്ടാകും, കക്ഷി 2-3 കക്ഷികളുണ്ടാകും, ചിലപ്പോൾ 4-5 കക്ഷികളുണ്ടാകും. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ പല ആൾക്കാർ പല സിറ്റുവേഷനിൽ വയലൻ്റ് ആവും. കണ്ണൂർ ഭാഗത്ത് എടുത്ത് നോക്കിയാൽ അവന്മാർ ബോംബെറിയും, കല്ലെറിയും, ചീത്തവിളിയോട് ചീത്തവിളിയായിരിക്കും, പോലീസ് തൊലയട്ടെ എന്ന് പറയും. നമ്മൾ എല്ലാ ചീത്തവിളിയും ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ എമോഷനായിട്ട് കാര്യം ഉണ്ടാവും. ഒരു എമോഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എമോഷൻ യഥാർത്ഥത്തിൽ നോക്കിയാൽ അവിടെ എന്താണ് ഇഷ്യൂസ് നടക്കുന്നത്, ആ ഇഷ്യൂസ് മാത്രം നോക്കി ഇത് മൈൻഡ് ചെയ്ത് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക. ആ ഒരു കമ്പോസ്റ്റർ അത്യാവശ്യം. ആ കമ്പോസ്റ്റർ കിട്ടാനായിട്ട് നിങ്ങൾ ഇവിടെ പഠിക്കണം, മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൗൽദാരന്മാരുടെ അടുത്ത് പറയത്തില്ല നിങ്ങൾ അവരുടെ അടുത്ത് സോഫ്റ്റായിട്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്നല്ല. എഴുന്നേക്കെന്ന് പറഞ്ഞാൽ എഴുന്നേക്കണം, അത്രേ ഉള്ളൂ. ചിലപ്പോൾ എഴുന്നേക്കടാന്ന് പറഞ്ഞ് കാര്യമായിട്ട് പറയും, അത് മൈൻഡ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ പാർട്ടാണ്. നിങ്ങൾ നാളെ നിങ്ങളുടെ വേറെ സബോർഡിനേറ്റ് നിങ്ങൾ ഇതുപോലെ ഹൗൽദാറായി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റോ ദിവസം ഇങ്ങനെ പറയത്തുള്ളൂ, മനസ്സിലല്ലേ? നാളെ ഷിജി ഹൗൽദാറായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ ദേഷ്യം നിങ്ങളെ കൊണ്ടാവും, മനസ്സിലല്ലേ? കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ഫീൽഡിൽ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ വലിയ പെരുപ്പിക്കാതെ നമ്മൾ എമോഷണൽ കോഷൻ, അതാണ് നമ്മൾ എമോഷണൽ കോഷൻ എന്ന് പറയുന്നത്, EQ. നമ്മുടെ സെൽഫ് അവയർനെസ് അങ്ങനെ ഉണ്ട്, മറ്റവരുടെ അവയർനെസ് ഉണ്ട്. ആ സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണം, പരമാവധി നമ്മൾ എന്തെങ്കിലും എമോഷണലി ന്യൂട്രലായിരിക്കാൻ പഠിക്കണം. അത് അത്യാവശ്യമാണ്. നമ്മളുടെ അടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഉദ്യോഗസ്ഥനോട് ദേഷ്യപ്പെടാൻ പാടില്ല, അത് പോട്ടെ. നമ്മളുടെ അടുത്ത് ഒരു പരാതിക്കാരൻ ചീത്ത വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആളെ തിരിച്ച് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളൊരു എമോഷണൽ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വലിയ പരാജയമായിരിക്കും. ശരി. ഈ മനോഹരമായ ഇൻട്രാക്ഷൻ സെക്ഷനിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് ബഹുമാനപ്പെട്ട IRB ഡെപ്യൂട്ടി കമാൻഡൻറ്റ് ശ്രീ CK പ്രകാശൻ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട IGP ട്രെയിനിങ്, മറ്റ് സീനിയർ ഉദ്യോഗസ്ഥന്മാരെ, ഇൻസ്ട്രക്ടേഴ്സ്, ഡിയർ ട്രെയിനീസ്, വളരെ എഫക്റ്റീവായ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു ഇൻ്ററാക്റ്റീവ് സെക്ഷനാണ് ഇപ്പോൾ നടന്നത്. അത് നിങ്ങൾക്ക് എന്നും ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാനും, നിങ്ങൾ ഫീൽഡിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഫീൽഡിൽ പോകുമ്പോൾ, പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഫീൽഡിൽ പോകുമ്പോൾ പോലീസ് സേനയുടെ ഭാഗമായി അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും അവിടെ ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഓരോ പ്രശ്നം അദ്ദേഹം വളരെ വിശദമായി തന്നെ ആ പ്രായോഗിക പരിജ്ഞാനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയും മാനദണ്ഡം അനുസരിച്ച് വളരെ ഭംഗിയായിട്ടതാണ് അദ്ദേഹം നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്തത്. അവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, പൊതുസമൂഹത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി പോലീസ് സ്റ്റേഷനിലോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫീൽഡിലോ നമ്മൾ പോകുമ്പോൾ ഓരോ പ്രശ്നങ്ങളും 1 by 1 ആയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതുമായി ബന്ധപ്പെട്ട് മറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, ഇമോഷണലായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം. അപ്പോൾ പല പ്രശ്നങ്ങളും മുൻകൂട്ടി പറയാൻ പറ്റില്ല. പല പ്രശ്നങ്ങളും സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പ്രീ ഡിസൈൻഡ് അല്ല. പലപ്പോഴും ആ സിറ്റുവേഷൻ പുതിയ സിറ്റുവേഷൻ ആയിരിക്കും ഒരു പക്ഷേ. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കണം എന്ന് വളരെ വിശദമായി തന്നെ അദ്ദേഹം
ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവരും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അത് മനസ്സിൽ സൂക്ഷിക്കുക. എന്തെങ്കിലും ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീനിയർ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സംശയങ്ങൾ നേരത്തെ പറഞ്ഞ ചില ഇമോഷണലായിട്ടുള്ള ചില ഇഷ്യൂസൊക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു, ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അത് എസ് പിമാരെടുത്ത് സംസാരിക്കുക, നമ്മുടെ സീനിയർ ഓഫീസേഴ്സായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ പഠിക്കുക, നമ്മുടെ ഇൻ്റലക്ച്വൽ ബൗദ്ധികമായ നിലവാരം വർദ്ധിപ്പിക്കുക, നിയമപരമായ നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക. എപ്പോഴും ഒരു സ്റ്റുഡൻറ്റിനെ പോലെ തന്നെ ഇഷ്യൂസിനെ കാണുക, അതനുസരിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ആദ്യമായി തന്നെ ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കാണ്. ഈ ചടങ്ങിൽ നന്ദി ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ ചടങ്ങിൽ വളരെ ഔദ്യോഗികമായി തിരക്കുണ്ടായിരുന്നിട്ടും നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള, നമുക്ക് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിലൊരു ഇൻറ്ററാക്ഷന് നേതൃത്വം നൽകുകയും വളരെ ഉപദേശങ്ങൾ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട IGP ട്രെയിനിങ് ശ്രീ സേതുരാമൻ IPS അവരുടെ ട്രെയിനിങ് ടീമിൻ്റെ പേരിൽ ഞാൻ അഗൈതവമായ നന്ദി അർപ്പിക്കുന്നു. ഉടനെ സ്വാഗതം ആശംസിച്ച ശ്രീ DYSP ശ്രീ ജോർജ്, അദ്ദേഹമാണ് ഇൻഡോർ ട്രെയിനിങ്ങിൻ്റെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഉൾപ്പെടെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായി. അത് നിങ്ങൾ പറഞ്ഞു, ഓൾറെഡി സാറുമായിട്ട് ഷെയർ ചെയ്തു. അത്തരം പാൻഡമിക് ഒരു 1-2 വർഷമായിട്ട് 2-3 വർഷമായിട്ട് ഇപ്പോഴും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സിറ്റുവേഷനിൽ ഉൾപ്പെടെ ആ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഫാക്കൽറ്റിയും ഒരുപാട് ഇൻഡോർ ക്ലാസ്സുകളും നിയമ ക്ലാസ്സുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്ന ഇൻഡോർ പ്രത്യേകിച്ച് ജോർജ് ഉൾപ്പെടെയുള്ള ഇൻഡോർ വിങ്ങിന് എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ ഈ ട്രെയിനിങ് ടീമിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഔട്ട്ഡോർ വിങ്ങിൽ എല്ലാ ഉദ്യോഗസ്ഥരും ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഔട്ട്ഡോർ വിങ്ങിൽ എല്ലാ ഉദ്യോഗസ്ഥരും നേരത്തെ പറഞ്ഞ ഫിസിക്കൽ സാറ് പറഞ്ഞ് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ IQയും EQയും ഒക്കെ അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാമിന ഫിറ്റ്നസ് വളരെ അത്യാവശ്യമാണ്. ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്റ്റാമിന. അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന, അതിനുവേണ്ടി ആവശ്യമുള്ള കരുത്ത് നിങ്ങൾക്ക് പകർന്ന് നൽകിയ ഔട്ട്ഡോർ വിങ്ങിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ട്രെയിനിങ് ടീമിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ ചടങ്ങ് ഇത്രയും മനോഹരമായിട്ട് കളർഫുള്ളായി നടപ്പിലാക്കാൻ വേണ്ടി ചെയ്ത കെപ്പയെയും മറ്റ് IRBയിലെയും എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ബഹുമാനപ്പെട്ട IGPയുടെ അനുമതിയോടുകൂടി ഈ ചടങ്ങ് പൂർത്തിയാവുകയാണ്. ദേശീയ ഗാനത്തോടുകൂടി ഈ ചടങ്ങ് പൂർത്തിയാക്കാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാട്ട് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലജിതരംഗ തവ ശുഭ നാമേ ജാഹേ तव शुभ आशीष माहे गाहे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय 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 हे